ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ദേവിയുടെ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഭാഗവത മാഹാത്മ്യം തുടങ്ങുകയാണ്. മാതൃസമിതി വായനക്കാർ ഇവിടെ ഉണ്ടോ? വായനക്കാർ എല്ലാവരും ഉണ്ട്. ശരി. സാധാരണഗതിയിൽ മാഹാത്മ്യം ഗോകർണ ദുന്ദുകാരി ചരിതമാണ് മാഹാത്മ്യത്തിൽ പറയുക. പക്ഷേ ഭാഗവത മാഹാത്മ്യത്തില് അനേകം ചരിതങ്ങളുണ്ട്. തെക്കൻ ഭാരതത്തില് ഗോകർണ ദുന്ദുകാരി ചരിതവും, വടക്കേ ഇന്ത്യയില് മഹാദേവനും പാർവതിയുടെ സംവാദവും, മറ്റു ചില ഭാഗങ്ങൾ കിഴക്കൻ ഭാരതത്തില് ദുർഗ ദേവിക്ക് പ്രാധാന്യം കൂടുതലാ. അതുകൊണ്ട് ദേവി ഭാഗവത മഹാത്മ്യം ചൊല്ലുന്നതും അങ്ങനെ വ്യത്യസ്തമായ ചരിതങ്ങൾ മഹാത്മ്യത്തിലുണ്ട്. ഗോകർണ ദുന്ദുകാരി ചരിതം ഇവിടെ ഉള്ളവർ ചിലപ്പം അനേകം ആൾക്കാർ കേട്ടിട്ടുണ്ടാകും. ദേവി ക്ഷേത്ര സന്നിധി ആയതുകൊണ്ട് ദേവിയുടെ ഭാഗവത മഹാത്മ്യം പറഞ്ഞ് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. കൂടിയിരിക്കുന്ന സജ്ജനങ്ങളുടെ അനുവാദമുണ്ടെങ്കിൽ ആ രീതിക്ക് നമുക്ക് തുടങ്ങാം. അല്ല, നിങ്ങൾക്ക് ഗോകർണ ദുന്ദുകാരി ചരിതം വേണോ, അല്ല ദേവിയെ സംബന്ധിച്ചിട്ടുള്ളത് വേണോ? എല്ലാരും ഉറക്കമായോ? ദേവിയെ ശ്രീമദ് ഭാഗവതം 4 വ്യത്യസ്തമായ രീതിയിൽ ആ ഭാഗവതം കേൾക്കുക. ശബ്ദബ്രഹ്മം ഇത് മനുഷ്യരുണ്ടാക്കിയ ശബ്ദമല്ല. വ്യാസമഹർഷി രചിച്ചതാ. ആ വേദവ്യാസൻ ആരാണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ അവതാരം തന്നെയാണ്. വ്യാസമഹർഷിയുടെ മുഴുവൻ നാമം കൃഷ്ണദ്വൈപ അയന വ്യാസ എന്നാണ്. വ്യാസന്റെ മുഴുവൻ നാമം ദ്വൈപയന. 2 തീരങ്ങളുടെ 2 യാത്രകളുടെ മധ്യയിൽ ജനിച്ചു എന്നാണ്. അയനം എന്ന് വെച്ചാൽ യാത്ര, രാമായണം എന്ന് വെച്ചാൽ രാമന്റെ യാത്ര, കൃഷ്ണായനം എന്ന് വെച്ചാൽ കൃഷ്ണന്റെ യാത്ര, ദ്വൈപായനം എന്ന് പറഞ്ഞാൽ 2 യാത്രകളുടെ മധ്യയിൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നോ സാധാരണ മനുഷ്യരായ നമ്മൾ ജനിച്ചതുപോലെ അല്ല വ്യാസമഹർഷി ജനിച്ചത്. വ്യാശരം, സപ്തഋഷികൾ. ലോകത്തിലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളിലും ഈ 7 നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ബൈബിളിൽ 7 നക്ഷത്രങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മറ്റു ഖുറാൻ പോലുള്ള മതഗ്രന്ഥങ്ങളിലും ആരെക്കുറിച്ച് പരാമർശിക്കുന്നു? 7 നക്ഷത്രങ്ങളെ. നമ്മുടെ സംസ്കാരത്തിൽ അവരെ ഋഷിമാരായിട്ടാ കാണുന്നത്. ആ 7 പേരിൽ ഒരാളാണ് പരാശര മഹർഷി. ഗംഗയുടെ മീതെ യാത്ര ചെയ്യുമ്പോൾ ഒരു അശരീരി ഒരു ശബ്ദമുണ്ടായി. ഇപ്പോൾ ഭഗവാന്റെ ലിഖിത ശക്തി, എഴുത്ത്, വാക്ശക്തി, ഭഗവാന്റെ ജ്ഞാനം അവതരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ദാനത്തിലെ വച്ച് ഏറ്റവും ഉയർന്ന ദാനം ജ്ഞാനദാനം. മഹാഭാരതം 3 ദാനങ്ങളെ കുറിച്ചാ പറയുന്നത്. അന്നദാനം, ആശ്രയദാനം, ജ്ഞാനദാനം. അന്നദാനം നല്ല ഒരു കർമ്മമാണ്. പക്ഷെ ആ സഹായം 4 മണിക്കൂറേ ഉള്ളൂ. വിശന്നിരിക്കുമ്പോൾ നല്ല ഒരു സദ്യ കിട്ടിയാൽ എത്ര പേർക്ക് സന്തോഷം ഉണ്ടാവും? എല്ലാവർക്കും സന്തോഷമുണ്ട് അല്ലേ? അതും ആലോചിച്ച് നോക്കൂ.
പ്രകൃതി മനോഹരമായി ഒരു മനുഷ്യൻ എത്ര കഴിക്കണം എന്ന് പ്രകൃതി ഉപദേശിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വയറുണ്ട്. ഇതിന്റെ പകുതി വേണം നിറയ്ക്കാൻ. എന്ത് വെച്ച്? ഭക്ഷണം വെച്ച് പകുതി നിറയ്ക്കണം. പിന്നെ കാൽഭാഗം വെള്ളം, കാൽഭാഗം കാറ്റ്. ഇതിൽ കൂടിപ്പോയാൽ അകത്തൊരു ബെല്ലുണ്ട്, വയറ്റിനകത്ത് ഒരു സൗണ്ട് വരും. അപ്പൊ വയറ് പറയാ, ചേച്ചി മതി, ഇനി വേണ്ട. ഈ സൗണ്ട് വന്നതിന് ശേഷം 2 കുറ്റി പുട്ടും ഒരു നേന്ത്രപ്പഴവും കൂടെ. അപ്പൊ വലിയൊരു സൗണ്ട്. അപ്പൊ വയറ് പറയാ, ഇനി ഒന്നും ഇതിനകത്ത് ഇടരുത് എന്ന് പറയും. പ്രകൃതി എല്ലാം മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുക. അപ്പോ വലിയ ഒരു ദാനമാണ് അന്നദാനം. അന്നദാനം ചെയ്താൽ വെറും 4 മണിക്കൂറേ ഉള്ളൂ ആ സഹായം. 4 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വിശക്കും. ജീവിതകാലം മുഴുവനും നമുക്ക് ഭക്ഷണം കൊടുത്തോണ്ടേ ഇരിക്കാൻ പറ്റുമോ? 4 മണിക്കൂർ നിൽക്കുന്ന ഒരു സഹായം അന്നദാനം. അതിലിരുന്ന് ഒരു പടി ഉയർന്നത് ആശ്രയദാനം. ജോലിയില്ലാത്തവർക്ക് ജോലി മേടിച്ചു കൊടുക്കുക, മരുന്ന് അസുഖം ബാധിച്ചവർക്ക് ശുശ്രൂഷിക്കുക, മരുന്ന് കൊടുക്കുക, സഹായിക്കുക. ഇത് 4 മണിക്കൂറല്ല, ഒരു ജീവിതകാലം ആ സഹായം ഉണ്ടാകും. അപ്പൊ അന്നദാനത്തിനേക്കാളും ഒരു പടി ഉയർന്നതേതാ? ആശ്രയദാനം. അതിന്ന് ഒരു പടി ഉയർന്നത് ജ്ഞാനദാനം. അറിവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ സംസാരസാഗരം നീന്തിക്കടക്കാനുള്ള ബുദ്ധി അയാൾക്ക് കിട്ടും. ഏറ്റവും വലിയ ദാനം ഏതാണ്? ജ്ഞാനദാനം. ആ ദൈവത്തിന്റെ സച്ചിദാനന്ദ സ്വരൂപന്റെ ജ്ഞാനശക്തി ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നു എന്ന അശരീരി പരാശര മഹർഷി കേൾക്കുകയും, പരാശര മഹർഷി അന്ന് ഗംഗയിൽ ഒരു വള്ളത്തിൽ ഒരു വഞ്ചിയിൽ കൂടെ കിടക്കുകയാണ്. അന്ന് വഞ്ചി തുഴഞ്ഞത് ഒരു മുക്കുവ സ്ത്രീയാണ്, സത്യവതി. അപ്പൊ അവിടെ ഒരു ചോദ്യം ഋഷിമാര് ചോദിക്കുന്നു, കന്യകയായ ഒരു സത്യവതി ഈ പണിക്ക് പോവോ? ഇന്ന് കാലത്ത് തന്നെ പെൺകുട്ടികളെ നോക്കിയും കണ്ടാണ് വീട്ടിലിരുന്ന് പുറത്തയക്കുന്നത്, അല്ലേ? സന്ധ്യ ആയിക്കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾ വിളിക്കും, 6 എവിടെയാ നിൽക്കുന്ന, വീട്ടിലെത്തിയില്ലല്ലോ, 7. അങ്ങനെ വളരെ സംരക്ഷണ ബോധമുള്ള ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയാണെങ്കിൽ 5000 വർഷങ്ങൾക്ക് മുമ്പേ സത്യവതി തുഴയാൻ പോകുമോ? പോകില്ലേ? ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ അന്ന് സത്യവതി പോയി? സത്യവതിയുടെ പിതാവ് അറിഞ്ഞു, ഇന്ന് ഋഷിമാരെല്ലാം വരികയാ, എന്റെ മകൾ അവരെ ഒന്ന് സേവിക്കട്ടെ, അനുഗ്രഹമുണ്ടാകും. ഇന്ന് കാലത്ത് ഇതുപോലെ ജ്ഞാനിമാരെയും സന്യാസിമാരെയും പരിശുദ്ധ ആൾക്കാരെയും കാണുന്നത് വിരളമാണ്. പൂന്താനം പാടി വന്ദിതന്മാരെ കണ്ടാൽ എന്ത് ചെയ്യണം? നമസ്കരിക്കുക. പക്ഷെ ഇന്ന് കാലത്ത് വന്ദിതന്മാർ കുറവാ. കാവിയിട്ട് നാട്ടിനെ പറ്റിക്കുന്നവരാ കൂടുതൽ. ഞാൻ കുറച്ച് ലൈറ്റാക്കി കാവ്യയിൽ. ഇന്ന് കാലത്ത് കാവിക്കൊരു വിലയില്ലാതെ പോയി. സത്യവതിയുടെ പിതാവ് അറിഞ്ഞു, ഇന്ന് ഋഷിമാരെല്ലാം ഗംഗ കടക്കാൻ വരുന്നു. ഉടനെ അച്ഛൻ എന്ത് ചെയ്തു? മകളെടുത്ത് പറഞ്ഞു, നീ പോയി എന്തെങ്കിലും ഒരു സേവനം ചെയ്ത് അവരുടെ അനുഗ്രഹം മേടിക്കുക. നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഋഷിമാരും സാധുക്കളും വന്നു കഴിഞ്ഞാൽ ഒരു നേര ആഹാരമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തിട്ട് അവരുടെ പാദം തൊട്ട് തൊഴുത് എന്റെയും എൻ്റെ കുടുംബത്തിനെയും അനുഗ്രഹിക്കണം. കാരണം ദൈവത്തിനെ ഹൃദയത്തിൽ ചുമന്ന് നടക്കുന്ന വ്യക്തികളായതുകൊണ്ട് അവർക്ക് അനുഗ്രഹിക്കാൻ സാധിക്കും. അങ്ങനെ വണങ്ങുന്നതിനെയാണ് നമസ്കാരം എന്ന് പറയുക. നഹി മമ അഹങ്കാർ. നമസ്കാരം എന്ന വാക്കിന്റെ വിശദീകരണം, ദൈവമേ അഹങ്കാരമില്ലാത്ത ഒരു അവസ്ഥയുണ്ടാകണേ. നഹി മമ അഹങ്കാർ. പാലക്കാട്ടുകാർക്ക് അഹങ്കാരം ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ലേ?
ഇല്ല. എനിക്ക് അഹങ്കാരം ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ അത് തന്നെ അഹങ്കാരമാണ്. അപ്പോ ഭഗവാന്റെ മുമ്പേ, ഗുരുവര്യന്മാരുടെ, വര്യന്റെ മുമ്പേ, പിതൃക്കളുടെ മുമ്പേ, ഇവരുടെ മുമ്പേയൊക്കെ, അധ്യാപകരുടെ മുമ്പേയൊക്കെ നമ്മൾ കുനിയുമ്പോ നമ്മുടെ ഭാരം, ഞങ്ങളുടെ ഗുരുദേവൻ എപ്പോഴും തമാശയ്ക്ക് പറയും, ഈ വെയിങ് മെഷീന്റെ പുറത്ത് കയറി നിന്നാല് അത് ഒരു 70-80 കിലോ ഒക്കെ കാണിക്കും. അദ്ദേഹം പറയുന്നത് 1 കിലോ ആണ് നിന്റെ വെയിറ്റ്, ബാക്കിയെല്ലാം നിന്റെ തലക്കനമാണെന്ന് പറയും. ഹെഡ് വെയിറ്റ് ആണ്. അല്ലേ? നമ്മളെ കത്തിച്ചാൽ അവസാനം കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേർ സ്വഭാവ കരോമി അന്യത് സകലം പരസ്മൈ നാരായണ ഇതി. ഒരു ദിവസം പോവും നമ്മളെല്ലാരും, അങ്ങനെ പോവും. കത്തിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ എത്ര ഉണ്ടാകും? ഒരു മൺകലത്തിൽ കൊള്ളാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ മെഷീൻ എത്രയാ കാണിക്കുന്നത്? 80 കിലോ. ബാക്കി മുഴുവന് ഹെഡ് വെയിറ്റ് ആണ്, തലക്കനമാണ്. അപ്പോ എത്ര ഭഗവാനെ നമസ്കരിക്കാൻ സാധിക്കും? ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, ഗുരുവര്യന്മാർ, ആചാര്യന്മാർ, പിതൃക്കൾ, അധ്യാപകർ, ഇവരെയൊക്കെ എത്ര നമുക്ക് വണങ്ങാൻ സാധിക്കുമോ അത്രയും വണങ്ങണം. എന്നാൽ നമ്മുടെ പാപം കുറയും. ഇതിനകത്തൊരു കച്ചവടം കൂടെ ഉണ്ട്. വെറുതെ ചെന്ന് ആരുടെയെങ്കിലും മുമ്പേ തല കുനിയാൻ പറഞ്ഞാൽ മലയാളികൾ കുനിയത്തേയില്ല. അതുകൊണ്ട് ഒരു സൂത്രപ്പണി വ്യാസൻ ചെയ്തു. എന്താ സൂത്രപ്പണി? കുനിഞ്ഞാൽ 1/6 പങ്ക് പാപം നീ അവർക്ക് കൊടുക്കുകയാണ്. നമ്മൾ ആരെങ്കിലും വന്ദിതന്മാരുടെ കാല് തൊട്ട് തൊഴുമ്പോ എത്ര പാവമാണ് അങ്ങോട്ട് കൊടുക്കുന്നത്? 1/6 പങ്ക്. ഇത് അറിയാതെ കല്യാണത്തിൽ ആൾക്കാര്, എന്റെ കാലിൽ അവൻ വീണില്ല, എന്റെ കാലിൽ അവള് വീണില്ല, കാലെല്ലാം നീട്ടിവെച്ചിരിക്കും. 1/6 പങ്ക് പാപം മാംസഭക്ഷണത്തിലുണ്ട്. വിറ്റവൻ, മേടിച്ചവൻ, പാചകം ചെയ്തവൻ, വിളമ്പിയവൻ, കഴിച്ചവൻ, നോക്കി പ്രതികരിക്കാതെ നിന്നവൻ, 6 പേർക്കും ആ കോഴിയുടെ പാപം പോകും. ഇത് പറഞ്ഞപ്പോ പലരുടെ ചിരിയും നഷ്ടപ്പെട്ടു. ഒരു പാവം 6ആയിട്ടാ വീതിക്കുന്നത്. അപ്പോ ഇതുപോലെ ഉയർന്നവരുടെ പാദം തൊട്ട് തൊഴുന്ന സമയത്ത് 1/6 പങ്ക് പാവം അവർക്ക് പോകും. അപ്പൊ രണ്ടിലും ഒരു ബിസിനസ്സാണ്. അങ്ങനെ വണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരമില്ലാത്തൊരവസ്ഥ വരും. ഇന്ന് ഋഷിഗണങ്ങളെല്ലാം ഗംഗാനദി കടക്കുന്നു എന്ന് മുൻകൂട്ടി അറിഞ്ഞ ആ സത്യവതിയുടെ പിതാവ് സത്യവതിയെ പറഞ്ഞു വിട്ടു, ഇന്ന് ഞാൻ പോകുന്നില്ല തൊഴയാൻ, നീ ചെന്നോ, ഋഷിവര്യന്മാരെല്ലാം കടവിലിരുന്ന് അപ്പുറത്താക്കി തരണം, പൈസയോ പഴങ്ങളോ ഒന്നും പ്രതിഫലം മേടിക്കരുത്, പൂർണമായ സേവനമായി ചെയ്യണം. സേവന മനോഭാവത്തോടുകൂടെയാ അന്ന് സത്യവതി തൊഴഞ്ഞത്. തൊഴഞ്ഞ് ഗംഗയുടെ മധ്യേ വന്നപ്പോൾ ഒരു അശരീരി, ഒരു ശബ്ദം, ഭഗവാന്റെ വാക്ശക്തി, ഭഗവാന്റെ പൂർണ്ണ ജ്ഞാനം ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നു. ഉടനെ പരാശരൻ ചോദിച്ചു ആ സ്ത്രീയെടുത്ത്, ആ ശക്തിയെ ഏറ്റുമേടിക്കാൻ നീ തയ്യാറാണോ? സത്യവതി ഉടനെ പൂർണമായ സമ്മതം അറിയിച്ചു. ഭഗവാന്റെ ജ്ഞാനശക്തി ആ സത്യവതിയുടെ ഹൃദയത്തിൽ കയറി. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക്, അവതാരത്തിന്, കൃഷ്ണ ദ്വൈപ അയന വ്യാസ, ഭഗവാൻ കൃഷ്ണൻ തന്നെ 2 തീരങ്ങളുടെ മധ്യയിൽ വ്യാസനായി അവതരിച്ചു. ആ വ്യാസമഹർഷി കൊടുത്ത ജ്ഞാനം എന്ന് വെച്ചാൽ ഇത് ഭഗവാൻ തന്നെ കൊടുത്ത ജ്ഞാനമാണ്. ഏതാ? ഭാഗവതം. അതുകൊണ്ട് ഭാഗവതത്തിനെ രാധാകൃഷ്ണ സ്വരൂപം എന്ന് തന്നെയാ പറയുന്നത്. ഇപ്പോഴും നമ്മൾ വടക്കേ ഇന്ത്യയിൽ ശ്രീമദ് ഭാഗവതം പരീക്ഷത്തിന് ശുഖമഹർഷി പറഞ്ഞു കൊടുത്ത ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഭഗവാന്റെ വിഗ്രഹമല്ല വെച്ചാരാധിക്കുന്നത്. എന്താ വെച്ചാരാധിക്കുന്നത്? ശ്രീമദ് ഭാഗവതം വെച്ചാണ് ദീപാരാധനയും പുഷ്പാർച്ചനയും നൈവേദ്യവും എല്ലാം. പുസ്തകത്തിനാണ്, വിഗ്രഹത്തിനല്ല. കാരണം വിഗ്രഹത്തിനും ഭാഗവതത്തിനും തമ്മില് യാതൊരു
വ്യത്യാസവുമില്ല. ഇവിടെയും നമ്മൾ ഭാഗവതം ഒരു പുസ്തകം വെക്കണം, പീഠത്തിൽ ഒരു പുസ്തകം വെക്കണം. അപ്പോ ആദ്യം ഭാഗവതത്തിനെ പ്രണമിച്ചുകൊണ്ട് മഹാത്മ്യം തുടങ്ങാം. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ ദേവാ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ദേവാ. ശ്രീമദ് ഭാഗവതം കീ. സൗണ്ട് പോരാ. ശബ്ദത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അമ്പലത്തില് പൂജയ്ക്ക് മുമ്പേ ശംഖനാദം ധ്വനിക്കും, അല്ലേ? ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിലുള്ള ശംഖിന്റെ പേരെന്താ? കൃഷ്ണ ഭഗവാന്റെ കയ്യിലുള്ള ശംഖിന്റെ പേരെന്താ? സൗണ്ട് ഇല്ലല്ലോ. പാഞ്ചജന്യം. അർജുനന്റെ ശംഖിന്റെ പേര്? ശരിയായ ഉത്തരം പറയുന്നവർക്ക് കല്യാൺ സിൽക്സിന്റെ മുണ്ടും ഷർട്ടും തരുന്നു. അർജുനന്റെ ശംഖിന്റെ പേര് ദേവദത്തം. അപ്പോ പൂജയ്ക്ക് മുമ്പായിട്ട് തിരുമേനി ശംഖ് വിളിക്കും. ഓ, ശംഖ് വിളിക്കും. എന്തിനാണ് എന്ന് വെച്ചാൽ, 8ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ സയൻസ് ക്ലാസ്സിൽ ഉറങ്ങാതെ ഇരിക്കുന്നവർക്കറിയാം, ശബ്ദം കാറ്റിൽ കൂടെ യാത്ര ചെയ്യുന്നു, പ്രകാശം ഈത്തർ ആകാശത്തിൽ കൂടെ യാത്ര ചെയ്യുന്നു. സ്കൂളിൽ എവിടെയെങ്കിലും പഠിച്ച ഓർമ്മയുണ്ടോ? ഉണ്ട്. ക്ലാസ്സിൽ ഉറങ്ങി. ശബ്ദം കാറ്റിൽ കൂടെയും സൂര്യപ്രകാശം ആകാശം ഈത്തറിൽ കൂടെയും പഞ്ചഭൂതങ്ങളിൽ കൂടെയാ യാത്ര ചെയ്യുന്നത്. പൂജയ്ക്ക് മുമ്പായിട്ട് ശംഖനാദം ധ്വനിക്കുമ്പോൾ ആ ശബ്ദത്തിൽ കൂടെ 33 കോടി ദേവഗണങ്ങളും ഇവിടെ ദേവിക്ക് ദീപാരാധന നടക്കാൻ പോകുന്നു എന്ന് തിരുമേനി അറിയിക്കുകയും 33 കോടി ദേവഗണങ്ങളും ഇവിടെ വന്ന് സന്നിഹിതരാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് ശംഖധ്വനി. ശംഖധ്വനിയിൽ കൂടെ ദേവന്മാര് യാത്ര ചെയ്യും. പിന്നെ വിസിലടിച്ചാൽ ഭൂതപ്രേത പിശാചുക്കൾ യാത്ര ചെയ്യും. മലയാളത്തിൽ എന്ത് പറയും വിസിലിന്? ഈ സിനിമാ തിയേറ്ററിലൊക്കെ ചെറുപ്പക്കാരടിക്കില്ലേ, ട്വൈങ് ട്വൈങ് ട്വൈങ്, എന്താ പറയാന്? മലയാളത്തിൽ എന്ത് പറയും? ശൂളം. അതിൽ കൂടെ കാരണം ഭൂമി, ജലം, അഗ്നിവായു, ആകാശം, ഈ ആകാശത്തിനെ മുറിക്കുന്നതാണ് ഈ ശബ്ദം. ഈ ശബ്ദത്തിൽ കൂടെ ഭൂതപ്രേത പിശാചുക്കൾ യാത്ര ചെയ്യും. ഇത്തരം ചില ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു അരോചകമുണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പം ചിലര് ഈ പാത്രം ഈ സ്പൂണ് വെച്ചിട്ട് എന്നൊക്കെ ആക്കും. നഖം വെച്ച് ചുമരിലും പേപ്പറിലാക്കും. ചിലർ ഈ ചെരുപ്പ് ഇങ്ങനെ, ചില ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു അവസ്ഥ. അനുഭവം ഉണ്ടോ എല്ലാവർക്കും? ആ ശബ്ദങ്ങളെല്ലാം ഭൂതപ്രേത പിശാചുക്കളെ ക്ഷണിച്ചു വരുത്തുന്നതാ. അതുകൊണ്ടാണ് ശംഖം, ഘണ്ഠ, ബെൽ. പിന്നെ സ്ത്രീകൾ എന്താ പറയാ, കുളുകുളുകുളൂന്ന് സൗണ്ട് ഉണ്ടാക്കൂല്ലേ? പിന്നെന്താ പറയാ, മംഗളകർമ്മമൊക്കെ വരുമ്പോ സ്ത്രീകൾ ശബ്ദം ഉണ്ടാക്കൂല്ലേ? കൊരവയിടുക. ഇതെല്ലാം മംഗള ശബ്ദമാണ്. ഇതിൽ കൂടെ ദേവഗണങ്ങൾ യാത്ര ചെയ്യും. ഇവിടെ സ്ത്രീകളും അമ്മമാര് കൊരവയിടുവോ? ഇല്ല, എല്ലാം ഓൾഡ് ഫാഷനായി. ഇതെല്ലാം മംഗളധ്വനികളാണ്. ദേവഗണങ്ങൾ യാത്ര ചെയ്യും. മറ്റതെല്ലാം ഭൂതപ്രേത പിശാചുക്കൾ യാത്ര ചെയ്യും. അപ്പോ ശരി, മഹാത്മ്യത്തിലോട്ട് കടക്കാം. ഇപ്പോ നമ്മൾ ശിവപാർവതി സംവാദം, ഭാഗവത മഹാത്മ്യം, ഗോകർണ ദുന്ദുകാരി വിഷയം എടുക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാം, കേട്ടിട്ടുണ്ടാകും.
എത്ര പേരാണ് ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ കേദാർനാഥ് പോയിട്ടുള്ളത്? ഹിമാലയത്തിൽ കേദാർനാഥ് 1 2 3 4 5 6 7 8 9 കുറച്ചു പേരേ ഉള്ളൂ. ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോണം. വളരെ ഭയാനകമായ സ്ഥലമാണ്. വല്ലാത്ത അന്തരീക്ഷമൊക്കെയാ. പണ്ടൊക്കെ ബദ്രിനാഥ് കേദാർനാഥ് പോകുന്നതിനെ വടക്കോട്ടുള്ള യാത്ര എന്നാ പറയാ. എന്ന് വെച്ചാല് കുടുംബത്തിലുള്ള പ്രാരാബ്ദം, മകളൊക്കെ വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ അതെല്ലാം കഴിപ്പിച്ചു കൊടുത്തിട്ട് എല്ലാ ഉത്തരവാദിത്വവും തീർന്നതിന് ശേഷം ഗൃഹനാഥൻ വടക്കോട്ടൊരു യാത്ര നടത്തും. തിരിച്ചു വന്നാലായി, വന്നില്ലെങ്കിലായി. ഇന്ന് അങ്ങനെയല്ല. നമ്മൾ റിട്ടേൺ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെ AC റൂം ഒക്കെ ബുക്ക് ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. കേദാർനാഥ് പോകുന്ന വഴിക്ക് ത്രിയുഗി നാരായണൻ എന്ന ക്ഷേത്രത്തിലാണ് ശിവപാർവതി വിവാഹം നടക്കുന്നത്. ത്രിയുഗി നാരായണ ക്ഷേത്രം. അവിടെ വെച്ചാണ്, കേദാർനാഥിലാണ് ഈ ഭാഗവത സപ്താഹ മഹാത്മ്യം, ഭാഗവത മഹാത്മ്യം മഹാദേവൻ ദുർഗാദേവിക്ക്, പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോ പാർവതി ദേവി അനേകം ജന്മങ്ങൾ എടുത്തു മഹാദേവനെ പതിയായി കിട്ടാൻ, ഭർത്താവായി കിട്ടാൻ. ഒരു ജന്മമല്ല, ഒരു പ്രാവശ്യമല്ല, വീണ്ടും വീണ്ടും തപസ്സെയിരുന്ന് എനിക്ക് പുരുഷനായി കിട്ടിയാൽ അത് ശിവൻ, മഹാദേവൻ എന്ന് ആഗ്രഹിച്ച് പാർവതി അനേകം ജന്മം തപസ്സെയിരുന്നു. ഒരു ജന്മം സതി. ഭാഗവതത്തിൽ സതിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വിവരിക്കും. പിന്നെ ഭുവനേശ്വരി, പിന്നെ പാർവതി. ഇങ്ങനെ പല ജന്മങ്ങൾ എടുത്തു മഹാദേവനെ ഭർത്താവായി കിട്ടാനായിട്ട്. സതിയായി എടുത്തപ്പോഴും ഭുവനേശ്വരിയായി എടുത്തപ്പോഴും ഒന്നും മഹാദേവന്റെ അടുത്തുകൂടെ ദീർഘകാലം ജീവിക്കാൻ സാധിച്ചില്ല. പാർവതിയായി വന്നപ്പോഴാണ് ആ ഒരു സൗഭാഗ്യം കിട്ടിയത്. തമിഴ്നാട്ടില് വരലക്ഷ്മി വ്രതം എന്നൊരു പൂജയുണ്ട്. വടക്കേ ഇന്ത്യയിൽ കർവാ ചൗത്ത് എന്ന് പറയും. ഈ സ്ത്രീകൾ വ്രതം ഇരുന്ന് ഭക്ഷണം ഒന്നും കഴിക്കാതെ അവസാനം ഈ മാവിന്റെ ഇതില്ലേ, മാവെല്ലാം ഇട്ട് ഫിൽട്ടർ ചെയ്യുന്ന സാധനം, എന്താ അത്? ഫിൽറ്ററാ മലയാളത്തില്. അരിപ്പ എടുത്ത് ചന്ദ്രനെയൊക്കെ നോക്കുന്ന ഒരു പരിപാടി. വടക്കേ ഇന്ത്യയിൽ കർവാ ചൗത്ത് ഉണ്ട്. തമിഴ്നാട്, ആന്ധ്രയിലൊക്കെ വരലക്ഷ്മി വ്രതമുണ്ട്. ഈ പൂജ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അതേ ഭർത്താവിനെ വീണ്ടും 5 ജന്മത്തേക്ക് നമുക്ക് വേണമെന്നാ. മലയാളികൾക്ക് ഇത് അറിയാവുന്നത് കൊണ്ട് അവർ ആചരിക്കാറില്ല. ഇവിടെ ആ വ്രതമില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെ അമ്മമാരാ കൂടുതലും, പുരുഷന്മാര് കുറവാ. നിങ്ങളിൽ എത്ര പേർക്ക് അതേ ഭർത്താവ് ഇനി 5 ജന്മത്തേക്ക് വേണം? കൈ ഉയർത്തുക. 1 2, പകുതി പോലും ഇല്ലല്ലോ. കുറച്ചു പേര് പിന്നെ അടുത്തുള്ള ആള് തൂക്കിയത് കൊണ്ട് അങ്ങ് തൂക്കിയെന്നേ ഉള്ളൂ. 5 ജന്മം വീണ്ടും വീണ്ടും കിട്ടട്ടെ. ഈ വരലക്ഷ്മി വ്രതം ദ്രൗപദി പൂർവജന്മത്തിൽ ആചരിച്ച്, ബ്രഹ്മാവ് ചോദിച്ചു ദ്രൗപദി എടുത്ത്, നിനക്ക് എന്ത് വരമാ വേണ്ടത്? ദ്രൗപദി പറഞ്ഞു, ഇന്ദ്രനെ പോലെ ഒരാൾ എനിക്ക് ഭർത്താവായി കിട്ടണം, ഇന്ദ്രനെ പോലെ ഒരാൾ എനിക്ക് ഭർത്താവായി കിട്ടണം. 5 പ്രാവശ്യം പറഞ്ഞു. നല്ല ഒരു സദ്യ കഴിച്ചാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ കൊള്ളാം, നന്നായിട്ടുണ്ട്, 2-3 പ്രാവശ്യം പറയൂലേ? സന്തോഷം കൊണ്ട് ദ്രൗപദി അങ്ങ് 5 പ്രാവശ്യം പറഞ്ഞു പോയി. അതുകൊണ്ട് ഇന്ദ്രന്മാർ 5 പേരും ദ്രൗപദിയുടെ ഭർത്താവായി. ശരി, ഇനി അടുത്ത കൊല്ലം ഇവിടെ കൂടിയിരിക്കുന്നവരിൽ എത്ര പേര് വരലക്ഷ്മി വ്രതം എടുക്കും? ആരുമില്ല. അതേ ഭർത്താവിനെ 5 ജന്മം വേണം എന്നൊക്കെയാ ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത്. പാർവതി വളരെ കഠിനമായ തപസ്യ അനുഷ്ഠിച്ചു. ആദ്യം സതിയായി അവതരിച്ചു. ഭാഗവതത്തിൽ നിന്ന് നമുക്ക് ആ കഥ അറിയാം. വിശദീകരിച്ച് പിന്നെ പറയും. ദക്ഷൻ നടത്തിയ യാഗത്തിൽ മഹാദേവന് ക്ഷണക്കത്തില്ല. ദേഷ്യം വന്ന സതി അവിടെ ചെന്നു. യജ്ഞം നടക്കുന്നു, യജ്ഞവിഹിതവും ഇല്ല. വലിയ യാഗം നടക്കും, യജ്ഞകുണ്ഡം, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, യാഗം വളർത്തുന്നതൊക്കെ.
അവിടെ ചുറ്റിയും പഴങ്ങളും പൂക്കളെല്ലാം വെച്ചിട്ടുണ്ടാവും. അതെല്ലാം 33 കോടി ദേവീദേവഗണങ്ങളെ പ്രതിനിധാനം ചെയ്തതാ. സതി ചെന്ന് നോക്കിയപ്പോ തന്റെ ഭർത്താവിന് യജ്ഞവിഹിതവുമില്ല. ദേഷ്യം വന്ന് ദക്ഷ പ്രജാപതി എടുത്ത് വാക്കുതർക്കത്തിൽ ചെന്ന് ചാടി. ചാടിയപ്പോ അവസാനം ദക്ഷൻ പറഞ്ഞു സതിയെടുത്ത്, നീ എന്റെ മകളല്ല. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു നീ ചെന്ന ഒരു പാഷാണ്ടിയെ, ശ്മശാനത്തിൽ കഴിയുന്ന ഒരാൾ, ശവങ്ങളെ കത്തിച്ച ശവദാഗം ചെയ്ത ഭസ്മമെടുത്ത് ദേഹത്ത് പുരട്ടിയ ഒരു പാഷാണ്ടി, സംസ്കാരമില്ലാത്തവനെ പോയി വിവാഹം ചെയ്തു. നിന്നെ ഈ യജ്ഞവേദിയിൽ അനുവദിച്ചത് തന്നെ വലിയ തെറ്റാണ്. പിന്നെ മഹാദേവന് നീ യജ്ഞവിഹിതം പോലും ചോദിക്കുന്നു എന്ന് വാക്കുകൾ കൊണ്ട് അപമാനിച്ചപ്പോ അത് സഹിക്കാൻ പറ്റാതെ സതീദേവി ശരീരത്തിലിരുന്ന് ജഠരാഗ്നിയെ വളർത്തി ആ അഗ്നിയിൽ ഭസ്മമായി. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും അഗ്നിയുണ്ട്, തൊട്ടറിയാം, ചൂടുണ്ട്, എല്ലാവരുടെ ഉണ്ട്. അവിടെ ഭാഗവതം വിശദീകരിക്കുന്നു, സംസാരിക്കുന്ന സംഭാഷണം ഒരിക്കലും ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കുന്നവർ ഒരു ജന്മം പാമ്പായി ജനിക്കുമത്രേ. ഈ പാമ്പിന്റെ നാവ് കണ്ടിട്ടുണ്ടോ? 2 നാവാണ്. എന്ത് സംസാരിച്ചാലും ആൾക്കാരെ ഹൃദയത്തിനെ തുളച്ച് വേദനിപ്പിക്കുന്ന രീതിക്കേ സംസാരിക്കൂ. ചിലർക്ക് അതൊരു പതിവാണ്, വാക്കുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുക. അങ്ങനെയുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ആരും ഇല്ല. ചെയ്തവരുണ്ടോ? കാണും. ഒരു ജന്മം എന്തായി ജനിക്കും? പാമ്പായി ജനിക്കും. ഏകനായി പോകും, ഒറ്റപ്പെട്ടു പോകും, മറ്റുള്ളവരെ വാക്കുകൊണ്ട് ഇങ്ങനെ വേദനിപ്പിക്കുക. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത്. സത്യം പറഞ്ഞാൽ എങ്ങനെ പറയണം? മധുരമായി പറയണം. ആശുപത്രിക്ക് പോവുക, മുത്തശ്ശൻ മരിക്കാൻ കിടക്കുന്നു. ഡോക്ടർ പറഞ്ഞു ഇനി 48 മണിക്കൂർ കഷ്ടിച്ച്. നമ്മൾ മുറിക്കകത്ത് കയറുന്നു, മുത്തശ്ശൻ ചോദിക്കുന്നു, കുഞ്ഞേ ഡോക്ടർ എന്താ പറഞ്ഞേ? മുത്തശ്ശ 48 മണിക്കൂറേ ഉള്ളൂ, അതിനു മുമ്പേ കാറ്റ് പോവും എന്ന് പറയോ നമ്മള്? ഇല്ല, എല്ലാം ശരിയാവും, നാളെ വീട്ടിൽ പോകാം എന്ന് കള്ളം പറയും. ആ കള്ളം അവിടെ സത്യമാണ്. അപ്പൊ സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയ. സത്യം സംസാരിച്ചാലും മനസ്സിന് ഹിതമായത് സംസാരിക്കുക, മിതമായി സംസാരിക്കുക, ഹിതമായി സംസാരിക്കുക, സംസാരിക്കാതെ സംസാരിക്കുക. ഇതൊക്കെയാണ് സംഭാഷണത്തിന്റെ രീതി. എത്ര സംസാരിച്ചാലും കുറഞ്ഞ്, എന്നെ പോലെ മണിക്കൂറുകൾ സംസാരിക്കരുത്, ജീവിതത്തിന് നല്ലതല്ല. മിതമായി കുറഞ്ഞ വാക്കുകൾ എടുത്ത് തെരഞ്ഞ് പറയാനുള്ള കാര്യം മിതമായി സംസാരിക്കുക, ഹിതമായി ഇഷ്ടപ്പെടുന്ന രീതിക്ക് സംസാരിക്കുക. ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? വായിൽ വെക്കാൻ പറ്റൂല, എന്നാൽ നമ്മൾ നന്നായിരുന്നു. ഹിതമായി സംസാരിക്കുക, സംസാരിക്കാതെ സംസാരിക്കുക. ശ്രീബുദ്ധൻ ശിഷ്യഗണങ്ങൾ എടുത്ത് പറഞ്ഞു, രാവിലെ തൊട്ട് രാത്രി വരെ തെരുവിലിറങ്ങി ആധ്യാത്മിക ജ്ഞാനം പ്രചരിപ്പിക്കണം, ഒരക്ഷരം മിണ്ടരുത്. അതെങ്ങനെയാ? രാവിലെ മുതൽ രാത്രി വരെ തെരുവിലിറങ്ങി ആധ്യാത്മിക ജ്ഞാനം പ്രചരിപ്പിക്കണം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരക്ഷരം മിണ്ടരുത്, സംസാരിക്കാതെ സംസാരിക്കുക. ആ ഒരു രീതി പഠിക്കണം. ചിലപ്പോ വീട്ടുകളിൽ ഇത് നടക്കും. ഭർത്താവിന്റെ മുഖം കണ്ടാൽ മതി, ഒരക്ഷരം മിണ്ടണ്ട ഭാര്യയ്ക്കെല്ലാം മനസ്സിലാവും. ഭാര്യയുടെ മുഖം കണ്ടാൽ ഭർത്താവിന് മനസ്സിലാവും. അങ്ങനെയൊക്കെ വീട്ടുകളിൽ സംഭവിക്കാറുണ്ടല്ലോ. അവിടെ സംഭാഷണമില്ല. പക്ഷെ അത് എല്ലാ വേദിയിലും നമ്മൾ പ്രയോഗിക്കണം. നമ്മളൊക്കെ ചില വീടുകളിൽ പ്രചരിപ്പിക്കാനൊക്കെ പോകുമ്പോ ആ ഗൃഹനാഥനടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. അടുക്കളയിൽ സ്പൂണും ചട്ടിയും പാത്രമൊക്കെ നിലത്ത് വീഴും. സ്പൂണ് വീണാൽ അതൊരു സന്ദേശമാണ്, അയാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, നമുക്ക് മനസ്സിലാവില്ല. അപ്പോ മുഖമൊന്ന് മാറും. വലിയ പാത്രം വീഴുമ്പോ ചേട്ടൻ പറയും ഇപ്പൊ വരാം എന്ന് പറഞ്ഞു പോകും. മിതമായി സംസാരിക്കുക, ഹിതമായി സംസാരിക്കുക. പിന്നെങ്ങനെയാ? സംസാരിക്കാതെ സംസാരിക്കുക.
ഒരിക്കലും ഒരു ജീവനെയും വേദനിപ്പിക്കാനുള്ള അനുവാദം നമുക്ക് ഇല്ല. രാമൻ സീതയെടുത്ത് പറഞ്ഞു, ഭവതി, നീ എന്നിലിരുന്ന് 1 കൊല്ലം പിരിഞ്ഞിരുന്നതിന്, 1 വർഷകാലം പിരിഞ്ഞതിന്റെ കാരണം അറിയാമോ? സീത പറഞ്ഞു, എനിക്കറിയില്ല. നീ ലക്ഷ്മണന്റെ അടുത്ത് പറഞ്ഞ ഒറ്റ വാക്കാണ്. എന്താണ്? ആ സ്വർണമാനിനെ അന്വേഷിച്ചു പോകാൻ സീതാദേവി ലക്ഷ്മണന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ പോയില്ല. രാമന് ഒരു ദുരന്തവും വരില്ല, ഒരു ദോഷവും ഉണ്ടാകില്ല. ശ്രീരാമനെ തോൽപ്പിക്കാനുള്ള ശക്തി പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് ശക്തമായി ലക്ഷ്മണൻ മറുപടി പറഞ്ഞപ്പോ സീതാദേവി ഒരു വാക്ക് പറഞ്ഞു, ലക്ഷ്മണ, നിന്റെ ഉള്ളു ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. രാമൻ അവിടെ എന്തെങ്കിലും ദോഷം സംഭവിക്കണം, നീ എന്നെ പ്രാപിക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചല്ലേ പോകാതിരിക്കുന്നത്. ലക്ഷ്മണൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം. സീതാദേവിയുടെ ആ കടുത്ത ക്രൂരമായ വാക്കുകൾ അമ്പിനെ തീയിൽ ചുട്ട് പഴുപ്പിച്ചെടുത്ത് ഹൃദയത്തിൽ തുളച്ചതുപോലെ ഉണ്ടായിരുന്നു. ചൂട് കണ്ണീരും ചൊരിഞ്ഞുകൊണ്ട് ശരീരം വിറച്ച്, ഇത് ഞാനാണോ കേൾക്കുന്നത്? എന്റെ അമ്മയ്ക്ക് തുല്യമായ മാതൃസ്ഥാനത്തിലുള്ള സീതയാണോ ഇത് പറയുന്നത് എന്ന് വിശ്വാസമില്ലാതെ രാമനെ അന്വേഷിച്ച് ലക്ഷ്മണൻ പോയി. ആ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടാണ് ഇവരെ തമ്മിൽ എന്താകേണ്ടി വന്നത്? പിരിയേണ്ടി വന്നത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ. ഇപ്പൊ ഞാൻ പറയുന്ന അനുഭവം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. ഭക്ഷണം എടുത്ത് വായിൽ വെക്കുമ്പോ ക്രൂരമായ ശബ്ദം, കർണകഠോരമായ ശബ്ദം കേട്ടിട്ട് ഇത് വിഴുങ്ങാനും പറ്റില്ല, കളയാനും പറ്റില്ല, കണ്ണെല്ലാം നിറഞ്ഞു ചൂട് കണ്ണീര് വന്ന ഒരു അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പാലക്കാട്ടുകാർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല? നിങ്ങൾക്ക് ആർക്കും അമ്മായിയമ്മ ഇല്ല? മദർ ഇൻ ലോ, അമ്മായിയമ്മ സ്പെഷ്യലി ട്രെയിൻഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോ ഇത്തരം വാക്കുകൾ പറഞ്ഞാൽ അവർ ഒരു ജന്മം എന്തായി ജനിക്കും? പാമ്പായി ജനിക്കും. ഈ ജന്മത്തിൽ തന്നെ അവർ ഒറ്റപ്പെട്ടു പോകും. പശുക്കളെ കൂട്ടമായി കാണാം, പക്ഷികളെ കൂട്ടത്തോട് കാണാം, മനുഷ്യരെ കൂട്ടമായി കാണാം. 10 പാമ്പുകൾ ഒരുമിച്ച് ട്രെയിൻ പോലെ പോകുന്നത് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കൂട്ടത്തിൽ പാമ്പിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒറ്റയ്ക്ക് അസൂയ. അത് ഒറ്റയ്ക്ക് ഒരേ ഒരു ജീവിവർഗം മാത്രമേ ഉള്ളൂ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്, അത് പാമ്പാണ്. മറ്റുള്ളവരെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ജന്മത്തിൽ തന്നെ അന്ത്യകാലം ഏകനായി കഴിയേണ്ടി വരും. കൂട്ടിനു പോലും ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ടി വരും. അടുത്ത ജന്മത്തിൽ അവരെന്തായി ജനിക്കും? പാമ്പായി ജനിക്കും. അങ്ങനെ ദക്ഷൻ പറഞ്ഞ വാക്കുകൾ അത്രയും ക്രൂരമായതുകൊണ്ട് ജഠരാഗ്നി വളർത്തി സതീദേവി അവിടെ തന്നെ ഭസ്മമായി. അതായിരുന്നു ദേവിയുടെ ആദ്യത്തെ ജന്മം, സതിയായി ദക്ഷന്റെ മകളായി അവതരിച്ചത്. ശ്രീമദ് ഭാഗവതം കീ. അപ്പോ സതിയായി അവതരിച്ചു. മഹാദേവനോടൊപ്പം നീണ്ടകാലം ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് സതി വീണ്ടും ഭുവനേശ്വരിയായി അവതരിച്ചു. എത്ര പേര് കാശി പോയിട്ടുണ്ട്? കുറെ പേര് പോയിട്ടുണ്ട്. ഭുവനേശ്വരിയായി 2ാമത്തെ പ്രാവശ്യം അവതരിച്ചു. അവതരിച്ച് മഹാദേവൻ എപ്പോഴും ധ്യാന നിമഗ്നനായിരിക്കും. ശിവ എന്ന വാക്കിന്റെ അർത്ഥം സദാ സന്തുഷ്ട മനസഹ സർവം ശിവമയം ദിശഃ. ശിവ എന്ന് വെച്ചാൽ മംഗളം. മഹാദേവനെ സംബന്ധിച്ചിടത്തോളം ദോഷം, കളങ്കം, ശനി, ചൊവ്വ ഒന്നുമില്ല. യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ല. മംഗളം, പൂർണ്ണ മംഗളം. അതാണ് ശിവ എന്ന വാക്കിന്റെ അർത്ഥം. സദാ സന്തുഷ്ട മനസഹ, എപ്പോഴും പൂർണ്ണ തൃപ്തനായിരിക്കും. ഏകാത്മ നിരഞ്ജൻ. മഹാദേവന്റെ ഇനിയൊരു നാമമാണ് നിരഞ്ജൻ. നല്ല ഒരു പേരാണ്. നിറഞ്ഞ മനസ്സ്. അദ്ദേഹം സന്തോഷമായിരിക്കാൻ ഇനി ഒരാളുടെ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ 100, 100, 200 പേര് കൂടിയിട്ടുണ്ട്. എത്ര പേർക്ക്
വേറെ ആരുടെയും സഹായം, പരസഹായമില്ലാതെ ഒരു ജീവിതകാലം മുഴുവനും ഏകനായി സന്തോഷത്തോട് തൃപ്തിയോട് കഴിയാൻ സാധിക്കും. പറ്റോ? ആർക്കുമേ പറ്റൂല. വലിയ പാടാ. നമ്മള് അപ്പുറത്തൊരു പലചരക്ക് കടയിൽ പോയി പഞ്ചസാര വാങ്ങിക്കണമെങ്കിൽ ആൾക്കാർ നീ കൂടെ വാ വിളിച്ചോണ്ട് പോകും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനം പോകാറുണ്ട്. ബസ്സിൽ 50 പേര് പോകും. ബസ് നിർത്തി ഒരാള് മൂത്രം ഒഴിക്കാൻ പോയ 50 പേര്, എല്ലാം കൂട്ടത്തോടെയാണ്. ഈ ഒരു വിധിയെ മറികടന്ന ആളാണ് ആരാ? മഹാദേവൻ. ശംഭോ മഹാദേവ് കീ. സൗണ്ട് പോരാ. ഏകാത്മ നിരഞ്ജൻ സദാ സന്തുഷ്ട മനസഹ. മഹാദേവൻ തൃപ്തനായിരിക്കാൻ വേറെ ആരുടെ ആവശ്യമില്ല. നമുക്ക് അങ്ങനെയല്ല. ആൾക്കൂട്ടം വേണം, എന്നാലേ നമുക്ക് സന്തോഷമായിരിക്കാൻ പറ്റുള്ളൂ. ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്താൽ പോലും അത് 10 പേരെടുത്ത് പറഞ്ഞ് കേൾപ്പിച്ച് അവരെ വാക്കിന്നത് കൊള്ളാമെന്ന് കേൾക്കണം, ഇല്ലേ? ഒന്നും വേണ്ട, ഒരു പപ്പടം ഉണ്ടാക്കിയാൽ പോലും നന്നായിട്ടുണ്ടോ, എങ്ങനെയുണ്ട്, കൊള്ളാമോ, ഇഷ്ടപ്പെട്ടോ, ഇല്ലേ? അംഗീകാരം, നമുക്കെല്ലാം അംഗീകാരം വേണം. പക്ഷെ ഈ വിധിയെ മറികടന്ന ഒരാളാണ് മഹാദേവൻ. ഇനി ആരുടെയും ആവശ്യമില്ല അദ്ദേഹം തൃപ്തനായിരിക്കാൻ. പൂർണ്ണ ആധ്യാത്മിക വ്യക്തിയുടെ ലക്ഷണവും അതാണ്. സ്വയം തൃപ്തനായ ആത്മാരാമനായിരിക്കുക, വേറെ ആരുടെയും ആവശ്യമില്ല. അങ്ങനെ ഭുവനേശ്വരി ചോദിച്ചു, വിവാഹം നമ്മുടെ കഴിഞ്ഞു, നിങ്ങൾ പഴയ പോലെ ഒറ്റയ്ക്കല്ല, ഇപ്പൊ 2 പേരായി. എന്താണ് എങ്ങനെയാണ് ഉള്ളിൽ ഈ തൃപ്തി അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാദേവൻ പറഞ്ഞു, മഹാദേവന്റെ കയ്യിൽ ജപമാല കണ്ടിട്ടുണ്ടോ? ഇല്ല. രുദ്രാക്ഷമാല മഹാദേവൻ. അയ്യപ്പസ്വാമിയുടെ കയ്യിൽ ജപമാല കണ്ടിട്ടുണ്ടോ? ഗണപതിയുടെ കയ്യിൽ ജപമാല കണ്ടിട്ടുണ്ടോ? മിക്കവാറും എല്ലാ ദേവീ ദേവഗണങ്ങളുടെ കയ്യിലും എന്തുണ്ടാകും? ജപമാല ഉണ്ടാകും. കാശി വിശ്വനാഥ മഹാത്മ്യത്തിൽ പറയുന്നു, ദേവി ഞാൻ രാമ 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 എന്നാ ഉരുവിടുന്നേ എന്ന് മഹാദേവൻ പറഞ്ഞു. അത് ഞാൻ പറയാം എങ്ങനെയാണെന്ന്. കാശിയിൽ പോയവർക്ക് ഈ ഒരു സംഭവം അറിയാം. പാർവതി ദേവി ഭുവനേശ്വരി എടുത്ത് മഹാദേവൻ പറയുന്നു, ഞാൻ രാമ 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 എന്നാ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും. ചിലർക്ക് ഇതിൽ യോജിപ്പുണ്ടാവില്ല, പക്ഷെ ഞാൻ അടുത്തത് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യമാകും. അപ്പൊ ഭുവനേശ്വരി ചോദിച്ചു, എന്നാൽ എനിക്ക് രാമന്റെ ഒരു മഹിമ പറഞ്ഞു തരൂ. അപ്പൊ മഹാദേവൻ രാമന്റെ മഹിമ വിശദീകരിക്കാൻ തുടങ്ങി. ആർക്ക് വിശദീകരിക്കാൻ തുടങ്ങി? ഭുവനേശ്വരിക്ക്. ഭുവനേശ്വരി ശ്രീരാമ മഹിമ കേട്ടിരിക്കുന്ന സമയത്ത് അതേ നേരത്ത് ഈ പ്രകൃതിയുടെ ഒരു നിയോജം, ഒരു നിയമം ശ്രീരാമചന്ദ്രമൂർത്തി ആ വഴിയെ കൂടെ നടക്കും. ഉടനെ ഭുവനേശ്വരി വിചാരിച്ചു, പ്രഭു മഹാദേവൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു ഭുവനേശ്വരി സീതയുടെ രൂപവും സ്വീകരിച്ച് രാമന്റെ മുമ്പേ ചെന്നു. ഉടനെ രാമൻ പറഞ്ഞു, ജഗത്മാത, ജഗദംബിക, ജഗതീശ്വരി, എന്നെ എന്തിനാ പരിശോധിക്കുന്നേ എന്ന് ദുർഗയുടെ പാദം തൊട്ട് ശ്രീരാമൻ വണങ്ങി. അപ്പൊ മനസ്സിലായി ഭുവനേശ്വരി തിരിച്ചു വന്നു. പക്ഷെ തിരിച്ചു വന്ന വഴിക്ക് സീതയുടെ രൂപം മാറിയില്ല. ഏത് രൂപത്തിലാ വന്നത്? സീതയുടെ രൂപത്തിൽ തന്നെ വന്നു. സീതയെ കണ്ട ഉടനെ മഹാദേവൻ ചാടി എണീറ്റിട്ട് വണങ്ങി. ഉടനെ ഭുവനേശ്വരി പറഞ്ഞു, പ്രഭു ഞാൻ അങ്ങയുടെ ഭാര്യ. മഹാദേവൻ പറഞ്ഞു, ഒരു ക്ഷണമെങ്കിലും ഞാൻ അമ്മയായി കണ്ടു, ഇനി പത്നിയായി സ്വീകരിക്കാൻ പറ്റില്ല. പോയി. അതും രണ്ടാമത്തെ പ്രാവശ്യവും എന്തായി? നിരാശയായി. അതുകൊണ്ട് ദേവി വീണ്ടും കഠിനമായ തപസ്യയിരുന്ന് മൂന്നാമത്തതാരായി വന്നു? പാർവതിയായി വന്നു. ഭൂമിയിൽ 7 മോക്ഷപുരികളുണ്ട്. 7 സ്ഥലത്ത് നമ്മൾ ചെന്ന് മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം ഉറപ്പാണെന്ന് പറയുന്നു. അതിൽ ഒരു സ്ഥലമാണ് കാശി. വിശ്വനാഥനും വിശാലാക്ഷിയും ഉള്ള സ്ഥലം. എല്ലാവരും പോയിട്ടുണ്ടാവും കാശി. കാശി ക്ഷേത്രം
ഒരു ശ്മശാനവും കൂടെയാണ്. കണ്ടവർക്കറിയാം. ഒരു മഹാ അത്ഭുതമാണ് കാശിയിൽ. എന്താന്ന് വെച്ചാല് ആര് മരിച്ചു വീണാലും ഇടതുവശം ചരിഞ്ഞേ വീഴത്തുള്ളൂ. പക്ഷികളാകട്ടെ, മൃഗങ്ങളാകട്ടെ, മനുഷ്യനാകട്ടെ, പുരുഷനാകട്ടെ, സ്ത്രീ ആകട്ടെ, ആര് വീണാലും ഈ സൈഡേ വീഴുള്ളൂ, ഈ സൈഡ് ആരും മരിച്ചു വീഴില്ല. അതൊരു മഹാ അത്ഭുതമാ. ഇപ്പുറത്ത് മാത്രമേ വീഴുള്ളൂ. എന്തിനാണ്? ശരീരത്തിലിരുന്ന് പ്രാണൻ വിടിയുന്ന നേരം വലത്തെ ചെവിയിൽ വിശാലാക്ഷൻ വിശ്വനാഥനും വിശാലാക്ഷിയും വന്ന് രാമ 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 എന്ന് 3 പ്രാവശ്യം ചെവിയിൽ പറയും. ദിവസവും 200, കുറഞ്ഞത് 200 ജഡമാണ് അവിടെ ശവദാഗം ചെയ്യുന്നത്. എവിടെ? കാശിയിൽ. അമ്പലപ്പടി ഇറങ്ങിയ നേരെ മുറ്റത്ത് ഗംഗ. ആ ഗംഗ കടവിന്റെ പേര് മണികർണിക എന്നാണ്. ആ കടവിന്റെ പേര്. അത്ഭുതമായ കടവ്. എന്താണ്? സതി ദേഹത്യാഗം ചെയ്തപ്പോൾ ഹൃദയഭാഗം വന്ന് വീണ സ്ഥലമാണത്. അതുകൊണ്ട് ആ കടവിന് എന്താ പേര്? മണികർണിക. നല്ല പേരാണ്. അവിടെ ആ ശവദാഗം ദിവസം കുറഞ്ഞത് 200 പേരെങ്കിലും ഉണ്ടാവും. കർക്കടക മാസത്തിൽ കൂടും. ഇവരെല്ലാം കൊണ്ടുവന്ന് ഗംഗയിൽ മുക്കിയെടുത്ത് ഈ ശവത്തിനെ അവിടെ ഉണങ്ങാൻ വെക്കും. വരിക്കിങ്ങനെ കത്തിച്ചോണ്ടേയിരിക്കും. വീട്ടിലിരുന്ന് അവിടെ കൊണ്ടുവന്ന് കത്തിച്ച് തീരുന്നത് വരെ ബന്ധുജനങ്ങൾ ചുറ്റിയും നിന്നിട്ട് റാം നാം സത്യഹേ, റാം നാം. ഇത് കണ്ടിട്ടുണ്ടോ വടക്കേ ഇന്ത്യയില്? റാം നാം സത്യഹേ, ഭഗവാന്റെ നാമമേ ചൊല്ലത്തുള്ളൂ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശിലൊക്കെ ആരെങ്കിലും മരിച്ചുപോയാൽ ഗോവിന്ദ 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 എന്ന് പറയും. കേരളത്തിൽ ആരെങ്കിലും മരിച്ചാൽ ഇൻകുലാബ്സ്, നേരെ നരകത്തിലേക്കാണ്. അപ്പോഴും ഭഗവാന്റെ നാമം ചൊല്ലില്ലെന്ന. മനസ്സിലായില്ല? ഒരു കണക്കിൽ അവര് പുണ്യം ചെയ്ത ആൾക്കാരാണ്. സോ രണ്ടാമത്തെ ജന്മത്തിലും അത് നടന്നില്ല. മൂന്നാമത്തത് പാർവതി വെറും ഉണങ്ങിയ ഇലകൾ മാത്രം കഴിച്ചുകൊണ്ട് മഹാദേവനെ ഭർത്താവായി കിട്ടണം എന്ന് പറഞ്ഞ് കഠിനമായ തപസ്യ അനുഷ്ഠിച്ചു. മൂന്നാമത്തത് പാർവതി. പർവ്വതരാജന്റെ മകളായി പാർവതി അവതരിച്ചു. 12 വയസ്സ് വരെ എന്താ കഴിച്ചത്? ഉണങ്ങിയ ഇലകൾ. പർണശാല എന്നൊക്കെ പറയില്ല, അപർണ. വെറും ഉണങ്ങിയ ഇലകൾ മാത്രം കഴിച്ച് മഹാദേവനെ ഭർത്താവായി കിട്ടണം. നമ്മളൊക്കെ സപ്താഹം നടത്തുമ്പോൾ ഫസ്റ്റ് തീരുമാനിക്കുന്നത് ഉച്ചയ്ക്ക് എന്താണ് അന്നദാനത്തിന്, ഇതുണ്ടോ അതുണ്ടോ. അവരെല്ലാം ഭഗവാനെ നേടിയത് തപസ്യയിരുന്ന. കലികാലത്തിൽ ഭഗവാൻ അറിയാതെ ഒന്നും നടക്കൂല. അതുകൊണ്ട് കലികാലത്തിൽ ജനങ്ങളെല്ലാം ഭഗവാന്റെ പ്രസാദം അന്നദാനം കഴിച്ചാൽ ഭഗവാനെ അന്വേഷിക്കും. വയറ് നിറഞ്ഞാലേ ഭഗവാനെ കുറിച്ച് കേൾക്കുള്ളൂ. അപർണ. അങ്ങനെ 12ാമത്തെ വയസ്സിലാണ് പാർവതിയും മഹാദേവന്റെയും വിവാഹം. അന്ന് കാലഘട്ടത്തൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിക്കുമായിരുന്നു. അത് ഭാരതത്തിൽ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പും അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. 12 വയസ്സില്, 13 വയസ്സില്, 14 വയസ്സിലൊക്കെ കല്യാണം കാരണം അപ്പൊ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി വളരെ കുറവാണ്. ശാസ്ത്രം ഇന്നതാർക്കും സമ്മതിക്കാൻ പറ്റില്ല. ഇന്ന് പറയാൻ പോയ അടി കിട്ടും. പക്ഷെ അന്ന് അതിനൊരു വിശദീകരണം ഉണ്ടായി. 12 വയസ്സ്, ആ ചെറുക്കന് ഒരു 16-17 വയസ്സ്. മനസ്സിൽ കാമം വിത്തിടുന്ന സമയം. അപ്പോ എന്ത് ചെയ്യും? ഇതാണ് നിന്റെ ഭർത്താവ്, ഇതാണ് നിന്റെ ഭാര്യ. 12 വയസ്സിലെ പഠിപ്പിക്കുമ്പോ ആ യുവാവും യുവതിയും മനസ്സിൽ ഒരു പുരുഷനെ മാത്രമേ ചിന്തിക്കുള്ളൂ. ആ മീശക്കാരനില്ലേ, അവനാണ് നിന്റെ ഭർത്താവ്. അപ്പൊ തന്നെ പേടിച്ചിരിക്കും. അങ്ങനെ ഇതാണ് നിന്റെ ഭാര്യ. എത്രാമത്തെ വയസ്സിൽ വിത്തിട്ടു? 12, 13, 15. ഇപ്പൊ അങ്ങനെ സ്കൂളിൽ പോയി, കോളേജിൽ പോയി, അവിടെ ഫെയിലായി, രണ്ടാമത് പഠിച്ച് ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു 10 പേരെങ്കിലും കയറി ഇറങ്ങിയിട്ടുണ്ടാകും. ചെറുപ്പക്കാർ, കോളേജ് വിദ്യാർത്ഥികളുടെ മുറിയിലൊക്കെ പോയി നോക്കൂ. ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടികളുടെ ചിത്രം മൊത്തം കാണും. പെൺകുട്ടിയാണെങ്കിൽ ഋത്തിക് റോഷൻ, ഷാറുഖ് ഖാൻ, ഇവരുടെ ചിത്രമല്ല. രാവിലെ എണീക്കുന്നതേ കൗസല്യ, ഷാറുഖ് ഖാൻ, ഋത്തിക് റോഷൻ, നമോസ്തുതേ, ഇങ്ങനെയാണ്. അപ്പോ വർണ്ണശങ്കരമുണ്ടാകും. വളരെ ആത്മീക ശക്തിയുള്ള കുഞ്ഞുങ്ങൾ ആ ഗർഭത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പണ്ട് കാലത്ത് ആ ചെറിയ പ്രായത്തിൽ ഒരാളെ മാത്രം ചിന്തിക്കട്ടെ
ഇന്ന് ഇത് നടപ്പിലാവോ ഇല്ലെന്നുള്ളതൊന്നും നമുക്കറിയില്ല. ചിലപ്പം ഇന്നത്തെ കാലത്ത് ഇത് യോജിച്ചതല്ല. പാർവതി ദേവി 12ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. വിവാഹം ഒരുക്കി കഴിഞ്ഞു. വിവാഹം നടക്കാൻ പോകുന്ന സ്ഥലം കേദാർനാഥിൽ ത്രിയുഗി നാരായണ ക്ഷേത്രം. എല്ലാം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെയൊക്കെ ചെന്ന് കാണണം. ഇപ്പൊ എനിക്ക് മനസ്സിലായത് പാലക്കാട് വിട്ട് പുറത്താരും പോയിട്ടില്ലെന്നാണ്. എല്ലാം അറിഞ്ഞിരിക്കണം. ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലങ്ങളിൽ പോകണം. ഇതൊന്നും കഥയല്ല, ഇതെല്ലാം ചരിത്രമാണ്. കാരണം ഇന്ന് ഒരുപാട് ആധ്യാത്മികം പറയുന്നവർ പറയുന്നു ഇതെല്ലാം കെട്ടുകഥയാ. രാവണന് 10 തല ഉണ്ടാകുമോ? ഇതൊക്കെ വെറും സങ്കല്പമാണ്. ഒരു ആചാര്യൻ ചോദിച്ചതാ, എങ്ങനെ 10 തല ഉണ്ടാകും? അപ്പൊ ജലദോഷം വന്ന ഏത് മൂക്കി കൂടെ വെള്ളം വരും? ഇതൊക്കെയാണ് അങ്ങനെ ഒന്നുമില്ല, സത്യമാ. 2 കാലുള്ള ജീവി ഉണ്ടല്ലോ ഭൂമിയിൽ, 4 കാലുള്ള ജീവി ഉണ്ടല്ലോ, 8 കാലുള്ളതുണ്ടോ, 1000 കാലുള്ളതുണ്ടോ? ഇല്ലേ? അതേപോലെ ഭഗവാൻ വിചാരിച്ച 1 തല, 4 തല, 8 തല ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. ചില കുട്ടികൾക്ക് 3 കൈയോടെയൊക്കെ ജനിക്കുന്നുണ്ട്. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. രാമായണം, മഹാഭാരതം, ഭാഗവതം ഇതെല്ലാം നടന്നതാണ്, ഇതിഹാസം. ഇത് ഇങ്ങനെ സംഭവിച്ചു, നടന്ന ചരിത്രമാണ്, അല്ലാതെ കെട്ടുകഥയോ സാങ്കല്പികമോ അല്ല. അപ്പോ കേദാർനാഥിൽ ത്രിയുഗി നാരായണ ക്ഷേത്രത്തിൽ വിവാഹത്തിന് തയ്യാറായി. പാർവതി ദേവി 12 കൊല്ലം നീണ്ട കൊല്ലം തപസ്യായിരുന്നു. എത്ര പേര് കന്യാകുമാരി പോയിട്ടുണ്ട്? കുറെ പേര്. വിവേകാനന്ദ പാറ പോയിട്ടുണ്ട്. ആക്ച്വലി അവിടെ പാർവതി ദേവിയുടെ പാദമുണ്ട്, കണ്ടിട്ടുണ്ടോ? മഹാദേവനെ ഭർത്താവായി കിട്ടണമെന്ന് പറഞ്ഞ് കന്യകയായ പാർവതി, കന്യകാ പരമേശ്വരി പാർവതി 12 വർഷം ആ പാറയുടെ പുറത്ത് തപസ്യായിരുന്നു. പക്ഷെ ഇപ്പോ വിവേകാനന്ദ സ്വാമി ഫേമസ് ആയി. ആരെ മറന്നുപോയ ആൾക്കാര്? പാർവതിയുടെ പാദം അങ്ങ് കന്യകാ പരമേശ്വരി. 12 വർഷകാലം ആരെ കിട്ടാനാണ്? മഹാദേവനെ തപസ്യായിരുന്നു. അങ്ങനെ വിവാഹമെല്ലാം തയ്യാറായി. അടുത്ത ദിവസം പുലർച്ചയ്ക്ക് വിവാഹം, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. പക്ഷെ 12 വർഷം തപസ്യ ചെയ്തിരിക്കുക പാർവതി ദേവി മഹാദേവനെ കണ്ടിട്ടില്ല. മനസ്സിൽ കണ്ടുന്നേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അടുത്ത ദിവസം സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്നു. തോഴിമാരെല്ലാം ചുറ്റി നിൽക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരുങ്ങി വരുന്നു. ആദ്യം ഒരാൾ വന്നു, പാല് പോലെ വെള്ള നിറം, 4 തല, മുന്നിൽ ബൃഹസ്പതി, ഭൃഗു, ഇവരെ സപ്തഋഷിമാരും മന്ത്രം ചൊല്ലുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. മന്ത്രങ്ങൾ ചൊല്ലുന്നു. ഒരു വെള്ള അരയന്നത്തിന് പുറത്ത് ഒരു പാലിന്റെ നിറത്തിൽ 4 തലയോട് കയ്യിൽ വേദങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു ഉജ്ജ്വലനായ തേജസ്വിയായ ഒരു പുരുഷൻ വരുന്നു. ചുറ്റിയും ബ്രാഹ്മണർ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക. പാർവതി ചോദിച്ചു തോഴിമാരെടുത്ത്, ഇതാണോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ശിവൻ? തോഴിമാര് പറഞ്ഞു, അല്ല, ഇത് ശിവനല്ല. ഇതാരാത്? ബ്രഹ്മാവോ? ശരി. അടുത്തതൊരാൾ വന്നു, വെള്ള ആനയുടെ പുറത്ത് 4 കൊമ്പുള്ള ആന, 1000 കണ്ണുകൾ, മുന്നിൽ മേനക, റംബ, കിലോത്തമ, ഊർവശി, ഇവരുടെയൊക്കെ ഡാൻസ്. പാർവതി ചോദിച്ചു, ഇതാണോ ശിവൻ? തോഴിമാര് പറഞ്ഞു, ഇത് ശിവനല്ല. ഇതാരാ? ദേവേന്ദ്രൻ. പുരുഷന്മാര് കണ്ടാൽ പോലും വശീകരിക്കുന്ന സൗന്ദര്യത്തോടൊരു മഹാപുരുഷൻ, സോമൻ. പാർവതി ചോദിച്ചു, ഇതാണോ ശിവൻ? അല്ല, ഇത് സോമന. എല്ലാരും 33 ഏകദേശം കുറെ ദേവന്മാർ പല പല വാഹനത്തും പല പല രീതിയിലും വന്നു. അവസാനം ഒരാൾ കാളപ്പുറത്ത്, ശ്മശാനത്തിൽ ശവങ്ങളെ കത്തിച്ച ഭസ്മമെടുത്ത് പൂശി, കഴുത്തിൽ തലയോട്ടി കൊണ്ടുള്ള മാല, 2 പാമ്പ്, കയ്യിൽ 2 പാമ്പ്, തേള്, പോക്കറ്റിലെല്ലാം തേള്, കാളയുടെ പുറത്ത്, ചുറ്റിയും ഭൂതപ്രേത പിശാചുക്കൾ. ഒന്നിന് 3 കണ്ണ്, ഒന്നിന് വയറ്റില് കണ്ണ്, അരയടി പൊക്കം, ചോര കുടിച്ചോണ്ട്. പാർവതി ദേവി ചോദിച്ചു, ഇവരെയൊക്കെ ആരകത്ത് വിട്ടത്? തോഴിമാര് പറഞ്ഞു, പാർവതി, ഇതാണ് നീ വിവാഹം കഴിക്കാൻ പോകുന്ന
ബോധം കെട്ട് വീണു. നേരെ നാരായണന്റെ മുമ്പേ ഓടിച്ചെന്ന്. അതുകൊണ്ട് പാർവതിക്ക് വൈഷ്ണവി എന്നൊരു പേരുമുണ്ട്, വിഷ്ണുവിന്റെ സഹോദരി. എനിക്ക് പറ്റൂല, എനിക്ക് ഇയാളെ വേണ്ട. ഉടനെ നാരായണൻ പറഞ്ഞു, ബാഹ്യമായി ഒന്നിനെയും കണ്ട് വിലയിരുത്തരുത്. മഹാദേവൻ സമുദ്രത്തിനെ പോലെയാ. സുഖദുഃഖം, ലാഭനഷ്ടം, ജയം പരാജയമാണ്, പെണ്ണ് കറുപ്പ് വെളുപ്പ്, രാത്രി പകൽ, ഉയർന്നത് താഴ്ന്നത് എന്ന ദ്വന്ദ്വമേ ബാധിക്കാത്ത ഒരു വ്യക്തിയാ. നമ്മൾ അങ്ങനെയല്ല. സുഖം വന്നാൽ ചിരിക്കും, ദുഃഖം വന്നാൽ കരയും, പ്രൊമോഷൻ വന്നാൽ സന്തോഷം, ജോലി പോയാൽ കരച്ചൽ, ദ്വന്ദ്വങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാ. അങ്ങനെ ഒരു ദ്വന്ദ്വവും ഇദ്ദേഹത്തിനെ ബാധിക്കത്തില്ല. സമുദ്രം പോലെയാ. സമുദ്രത്തിൽ ഇരുന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ടുവന്നാൽ സമുദ്രത്തിൽ വെള്ളം കുറയോ? കുറയില്ല. 2 ബക്കറ്റ് കൊണ്ടുപോയി ഒഴിച്ചാ കൂടോ? സമുദ്രം എപ്പോഴും ഒരുപോലെയാ. അങ്ങനെ നിശ്ചലമായ ഏകാത്മ നിരഞ്ജൻ മഹാദേവനാ. ശംഭോ മഹാദേവ് കീ. അവിടെ കേൾക്കണം. പറഞ്ഞപ്പ പാർവതി പറഞ്ഞു, ശരി, ഇത്രയും പറയുന്ന കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? വിവാഹം കഴിക്കാം. എന്നാൽ ഒരു അലങ്കാരം വേണ്ടേ? ഒരേ ഒരു ദിവസം മാത്രമാണ് മഹാദേവൻ ആഭരണമെല്ലാം ചൂടി അലങ്കരിച്ചത്. കല്യാണ ദിവസം, ഒറ്റ ദിവസം. എനിക്കറിയാം ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം വിവാഹം കഴിഞ്ഞവരാണ്. വിവാഹം നടക്കുമ്പോ ക്യാമറാമാൻ വന്ന് ഫോട്ടോ എടുക്കൂല്ലേ, അല്ലേ? സ്മൈൽ പ്ലീസ് എന്ന് പറയും. എന്തിനാണ്? ഇത് നിന്റെ അവസാനത്തെ ചിരിയാണ്. നല്ലോണം ചിരിച്ച്. ഒരേ ഒരു ദിവസം മാത്രം മഹാദേവൻ അലങ്കരിച്ചു. അതാണ് മധുരൈ മീനാക്ഷി ക്ഷേത്രം. അവിടെ മഹാദേവന്റെ പേര് കല്യാണ സുന്ദരേശ്വരൻ. എത്ര പേര് മധുരൈ പോയിട്ടുണ്ട്? അവിടെ ശിവന്റെ പേരും കല്യാണ സുന്ദരേ. കല്യാണത്തിന് വേണ്ടി റെഡി ആയിരിക്കുക. അതിസുന്ദരമായ പട്ടുവസ്ത്രവും ആഭരണം, പൂമാലയും ചന്ദനമാലയും. അപ്പൊ മഹാദേവൻ ആ വേദിയിൽ നടന്നു വന്നപ്പോ എല്ലാവരും മഹാദേവനെ ആദ്യമായിട്ടാ ഇങ്ങനെ, ഇതുവരെ ആരും കണ്ടിട്ടില്ല. മറ്റു രൂപത്തിലാ കണ്ടിട്ടുള്ളത്. വിടർന്ന നെറ്റിയും മത്സ്യം പിരിയും, താമരയിതൾ പോലത്തെ കണ്ണുകളും ശംഖ് പോലത്തെ ഉന്തിയ കൊണ്ട് മുഖമെല്ലാം ചുവന്നു. നാരായണൻ ചോദിച്ചു, ഇഷ്ടായോ? ഇഷ്ടായി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ആ ശൂലം ഒന്ന് മാറ്റി വെച്ചിട്ട് വന്നാ കൊള്ളാം. അതുകൊണ്ട് മധുരയിൽ മഹാദേവന്റെ കയ്യിൽ എന്തില്ല? ശൂലമില്ല. കല്യാണത്തിന് പോകുന്നോണ്ട് അത് മാറ്റി വെക്കാൻ പറഞ്ഞു. വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പോൾ പാർവതി ദേവി ഒരു ചോദ്യം ചോദിച്ചു മഹാദേവന്റെ അടുത്ത്. പ്രഭു, ഞാൻ ഒരുപാട് മാലകൾ കണ്ടിട്ടുണ്ട്. രത്നമാല, പൂമാല, സ്ഫടികമാല, നവരത്നമാല, എന്താ പറയാ, ചന്ദനമാല, തുളസിമാല, എന്തെല്ലാമോ മാലകൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തലയോട് വെച്ചിട്ട് സ്കൽമാല ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇതെന്തിനാ? ഉടനെ മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, ഇതെല്ലാം നിന്റെ തലയാണ് എന്ന് പറഞ്ഞു. എന്റെ തലയോ? എങ്ങനെ? ഓരോ ജന്മത്തിലും എന്നെ ഭർത്താവായി പതിയായി കിട്ടണമെന്ന് നീ തപസ്യയിരിക്കും, പക്ഷെ നടക്കാതെ പോകും. നിന്റെ ത്യാഗമെല്ലാം ഓർത്ത് ഞാൻ അതെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുക. പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അടുത്ത പാർവതി ഒരു ചോദ്യം ചോദിച്ചു, പ്രഭു, അതെന്താ ഞാൻ മാത്രം മരിച്ചത്, നിങ്ങൾ മരിക്കാത്തെന്താ? ഓരോ പ്രാവശ്യം എനിക്ക് മാത്രം മരണമുണ്ടായി, നിങ്ങൾക്കെന്താ മരണമുണ്ടാകാത്തത്? ഉടനെ മഹാദേവൻ പറഞ്ഞു, അമരത്വം, ഭഗവാന്റെ നാമം ആരുടെ നാവിന്റെ തുമ്പിലുണ്ടോ, ഭഗവാന്റെ കഥകൾ നിത്യം ആരാണോ പാരായണം ചെയ്യുന്നത്, ഭഗവാന്റെ സ്മരണ ആർക്കാണോ നിത്യമുണ്ടാകുന്നത്, അവർ ഭൗതിക ലോകത്തിൽ പുനർജന്മത്തിൽ വീഴുകയേയില്ല. അപ്പൊ പാർവതി പറഞ്ഞു, എനിക്കത് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാത്മ്യം. അത് ഇന്നും കേരളത്തിൽ ഒരു മഹാദേവ ക്ഷേത്രത്തിൽ ഇത് ലീല നടക്കുന്നുണ്ട്. ശരിയായ ഉത്തരം പറയുന്നവർക്ക് കല്യാൺ സിൽക്സിന്റെ മുണ്ടാണ്. ഇന്നും ഈ ലീല കേരളത്തിൽ ഒരു മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ക്ഷേത്രമാണ്? യെസ് പ്രഭു. കൊട്ടിയൂർ മഹാദേവ. അപ്പൊ പ്രഭു എല്ലാവർക്കും മുണ്ട് വാങ്ങിച്ചു കൊടുക്കണേ. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നും ആ ലീല നടന്നുകൊണ്ടിരിക്കുകയാണ്.
മഹാദേവൻ നിത്യം ഭാഗവതം കേട്ടുകൊണ്ട്, അതിലും ഒരു അധ്യായം, ഏതധ്യായമാ നിരന്തരം കേൾക്കുന്നത്? രുക്മിണീഹരണം. പൂന്താനത്തിന്റെ കഥയാ. പൂന്താനം അവിടെ ഭാഗവതം വായിക്കാൻ പോയി. രുക്മിണീഹരണം വായിച്ചു കഴിഞ്ഞ ഉടനെ മയിൽപീലി എടുത്ത് അവിടെ വെച്ച് ബുക്ക് മാർക്ക്, നാളെ ബാക്കിയുള്ളത് വായിക്കാൻ. അടുത്ത ദിവസം വന്ന് നോക്കുമ്പോൾ മയിൽപീലി വീണ്ടും മുമ്പേ ഇരിക്കുന്നു. ഓഹോ, ഞാൻ വായിച്ചില്ലേ? ഒരിക്കൽ കൂടെ പൂന്താനം വായിച്ചു. വീണ്ടും മയിൽപീലി പുറകെ വെച്ചു. അടുത്ത ദിവസം നോക്കുമ്പോൾ മയിൽപീലി വീണ്ടും മുൻപേ ഇരിക്കുന്നു. ഇതെന്താ അത്? ഓ, ആർക്കോ ഇത് വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യമുണ്ട്. വീണ്ടും മയിൽപീലി. ഇത് തീരുന്നേയില്ല. പക്ഷെ എന്നാൽ അദ്ദേഹം മുടക്കിയിട്ടും ഇല്ല. അതായത് ഭഗവാന്റെ കഥകൾ അറിവ് നേടാനല്ല നമ്മൾ കേൾക്കുന്നത്, സാക്ഷാത്കാരം ഉണ്ടാകാനാ കേൾക്കുന്നത്. അതായത് ചിലർക്ക് തോന്നും, ഓ, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതെനിക്കറിയാം. അതിനല്ല. ഒരിക്കൽ പ്രഭുപാദ സ്വാമികളുടെ അടുത്ത് ഒരു ശിഷ്യൻ ചോദിച്ചു, ഒരേ കാര്യമാണല്ലോ അങ്ങ് എല്ലാ പുസ്തകത്തിലും എഴുതി വെച്ചിരിക്കുന്നത്, നാമം ജപിക്കണം, ഞാൻ മാറ്റി മാറ്റി എഴുതിക്കൂടെ? പ്രഭുപാദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തിരിച്ചു തിരിച്ചു പറഞ്ഞിട്ട് നിനക്കത് മനസ്സിലായില്ലല്ലോ. അറിവ് നേടാനല്ല നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. എന്തിനായിരിക്കുന്നത്? സാക്ഷാത്കാരത്തിനു വേണ്ടിയാ. അപ്പോ ഇപ്പൊ ഭഗവാന്റെ നാമം, അതേ നാമമല്ലേ നമ്മൾ ജപിക്കുന്നത്. കൃഷ്ണന്റെ അടുത്ത് പറയാൻ പറ്റോ, ഈ ഹരേ രാമ ഹരേ ബോറടിക്കുന്നു, മന്ത്രം ഒന്ന് മാറ്റി തരാമോ, പുതിയതൊന്ന് തരാമോ? അങ്ങനെയല്ല. ജപിച്ച് ജപിച്ചു വരുമ്പോൾ അതിൽ സാക്ഷാത്കാരം ഉണ്ടാകും. പൂന്താനം ആ ദിവസം എന്തോ മറന്നു വെച്ചിട്ട് പോയി. തിരിച്ച് കുറച്ചു ദൂരം പോയപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ആ സാധനം എടുക്കാനായി തിരിച്ചു വരും. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ അടുത്തടുത്ത് വരുമ്പോ അകത്തിരുന്ന അട്ടഹാസം, ചിരി, അലറുന്നത്, ഗർജിക്കുന്ന ശബ്ദം. പൂന്താനം പേടിച്ചുപോയി. ഇതെന്താ ഇത്രയ്ക്ക് ശബ്ദം? പതുക്കെ വന്ന് വാതിലിന്റെ ഇടയിൽ നോക്കിയപ്പോ വ്യാസപീഠത്തിൽ മഹാദേവൻ ഇരുന്ന് രുക്മിണീഹരണം വായിക്കുന്നു. മുന്നിൽ പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, ഭൂതഗണങ്ങൾ ചൊല്ലി എല്ലാ ഭാഗവതം കേട്ടിട്ട്. അതുകൊണ്ട് ഇന്നും ആ ക്ഷേത്രത്തിൽ രുക്മിണീഹരണം വീണ്ടും വീണ്ടും ഗംഭീരമായി മഹാദേവൻ വായിച്ചിട്ട് പാർവതി എടുത്ത് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? പാർവതി പറഞ്ഞു, ഗംഭീരമായിരുന്നു, പക്ഷേ ആ ബ്രാഹ്മണൻ വായിച്ചതാ കൊള്ളാം. അതുകൊണ്ട് പൂന്താനം സന്തോഷത്തോട് ഭാഗവതം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ വായിച്ചു. ശ്രീമദ് ഭാഗവതത്തിലേക്ക് കടക്കുന്നു. അതായത് ഭാഗവതം അമലം പുരാണം വൈഷ്ണവാനാം പ്രിയം. 18 പുരാണങ്ങളിൽ മാലിന്യമില്ലാത്ത പരിപാവനമായ പുരാണം ശ്രീമദ് ഭാഗവതം. നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108 ഉപനിഷത്തുകൾ, അതിന്റെ സാരമായി ഭഗവത്ഗീത, 18 പുരാണം, അതിന്റെ സാരമായി ശ്രീമദ് ഭാഗവതം, ഇതിഹാസം 2, രാമായണം, മഹാഭാരതം, ആരണ്യകം, സംഹിതകൾ, ഇതെല്ലാം ചേരുന്നതാണ് സനാതന ധർമ്മം ആചരിക്കുന്നവരുടെ ശാസ്ത്രം എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഹിന്ദു എന്ന പേര് ആധികാരികമായ ശാസ്ത്രീയ നാമമല്ല. ഈ വിശ്വാസികളെ സനാതന ധർമ്മികൾ, സനാതന ധർമ്മം ആചരിക്കുന്നവർ എന്നാ പറയുക. ഹിന്ദു എന്ന നാമം പിന്നീട് ഉണ്ടായതാണ്. അതായത് സിന്ധു നദിയുടെ ഇപ്പുറത്തുള്ളവരെല്ലാം സിന്ധുസ്ഥാനുകൾ, ഹിന്ദുസ്ഥാനുകൾ ഹിന്ദു. സിന്ധു നദിയുടെ അപ്പുറത്തുള്ളവരെല്ലാം പാകിസ്ഥാനുകൾ, അഫ്ഗാനിസ്ഥാൻ. ഇങ്ങനെ ചരിത്രകാരന്മാർ തന്ന പേരാണ് ഹിന്ദു എന്ന പേര്. ശാസ്ത്രീയ നാമമല്ല ഹിന്ദു എന്ന പേര്, ചരിത്രകാരന്മാർ തന്ന പേര്. നമ്മുടെ വൈദിക നാമം എന്താണ്? സനാതന ധർമ്മികൾ. സനാതന ധർമ്മം ആചരിക്കുന്നവർ, മരണമില്ലാത്തവർ, അന്ത്യമില്ലാത്തവർ, ശാശ്വതമായവർ എന്നാണ് ഇതിന് അർത്ഥം. പക്ഷെ ആ നാമം മറന്നുപോയി ഇന്ന് നമ്മൾ ഹിന്ദു എന്ന നാമത്തിനെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. അപ്പോ
നമ്മുടെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് 18 പുരാണങ്ങൾ, 108 ഉപനിഷത്തുകൾ, 2 ഇതിഹാസ്, ആരണ്യകം, സംഹിത, 4 വേദങ്ങൾ ഇല്ല. പക്ഷെ ഒരു മനുഷ്യായുസ്സിൽ ഇതെല്ലാം വായിച്ചു തീർക്കാൻ പറ്റില്ല. വേദങ്ങൾ അതെല്ലാം അനേകം ശ്ലോകങ്ങളുള്ളത്. അസ്കന്ധപുരാണം, രാമായണം, 24,000 ശ്ലോകം രാമായണം. ഇതെല്ലാം ഒരു മനുഷ്യായുസ് കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2 ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഇതിന്റെ സാരം മുഴുവനും മനസ്സിലാക്കാൻ സാധിക്കുന്ന ആചാര്യന്മാർ പറയുന്നു. ആ 2 ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഗീതയും ഭാഗവതം. ഈ 2ഉം വായിച്ചാൽ മതി. കാരണം ഇത്രയും വായിക്കാൻ നമുക്ക് സമയമില്ല. പിന്നെ ചിലതൊക്കെ മുൻമുഖത്തിൽ നിന്ന് കേട്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. കഠിനമായ സൂത്രങ്ങൾ നമ്മൾ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇന്ന് ദൈനംദിന ജീവിതത്തിൽ പ്രാബല്യത്തിൽ ഇല്ലാത്ത ഭാഷയാണ് സംസ്കൃതം. ഒരു വാക്കിൽ തന്നെ അനേകം അർത്ഥങ്ങളുണ്ട്. പക്ഷേ ലോകത്തിലുള്ള എല്ലാ ഭാഷകളുടെയും മാതൃഭാഷ സംസ്കൃതമാണ്. അതിന് മാത്രം യാതൊരു സംശയവുമില്ല. അക്ഷ, മീനാക്ഷി, കാമാക്ഷി, കമലാക്ഷി, അക്ഷ എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ഐസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദമാണ്. നാസിക, ശൂർപ്പണഖയുടെ മൂക്ക് വെട്ടിയ സ്ഥലമാണ് നാസിക. നാസിക എന്ന പദത്തിൽ നിന്നാണ് നോസ് എന്ന് പറയുന്നത്. ഗ്രന്ഥി, അതിൽ നിന്നാണ് ഇംഗ്ലീഷ് ലാൻഡ് എന്ന വാക്ക്. എല്ലാ ഭാഷകളുടെയും ഉറവിടം സംസ്കൃത ഭാഷകൾ. ലോകത്തില് എത്ര ഭാഷകളുണ്ടോ എല്ലാ ഭാഷയും അമ്മയ്ക്ക് മാ എന്ന ശബ്ദമുണ്ട്. ഇംഗ്ലീഷ് അമ്മയ്ക്ക് എന്താ പറയാ? മദർ, മമ്മി, മോം എന്തൊക്കെയോ എല്ലാം മാ എന്ന ശബ്ദം സംസ്കൃതത്തിൽ നിന്ന് വന്നതാ. മലയാളത്തിൽ അമ്മയ്ക്ക് എന്ത് പറയാം? അമ്മ. അമ്മയെ പേര് വെച്ച് വിളിക്കുന്ന ചെറുപ്പക്കാരനുണ്ട്. തമിഴിൽ അമ്മ, ഹിന്ദിയിൽ സാൻസ്ക്രിറ്റില് മദർ, ഇറ്റാലിയൻ, ഫ്രഞ്ച്, ഹീബ്രു, റഷ്യൻ എല്ലാത്തിലും ലോകം എല്ലാ അമ്മയ്ക്ക് മാറുന്ന ശബ്ദം എന്തുകൊണ്ടാണ്? ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ക്ഷണിക്കുന്ന ശബ്ദം മാ. അത് എഴുതില്ല. ഭക്ഷണം മമ്മ, പശു പോ, അമ്മ മാ, അച്ഛൻ മാ. ആ ഒരു സൗണ്ടേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന എല്ലാ പദവും ആ മാ എന്ന ശബ്ദത്തിലെ രസയിലാണ്. ലോകഭാഷകളുടെ അമ്മ സംസ്കൃതം. അപ്പോ നമുക്ക് ഇത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവത്ഗീത, ഭാഗവതം 2 ഗ്രന്ഥങ്ങൾ മതി എന്ന് ആചാര്യന്മാർ പറയുന്നു. ആ ഭഗവത്ഗീത മഹാത്മ്യത്തിൽ പറയുന്നു, സർവോ ഉപനിഷദോ ഗാവോ ഭോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്തം ഗീതാ അമൃതം മഹത്. സർവോ ഉപനിഷദോ ഗാവോ, എല്ലാ ഉപനിഷത്തുകളെയും ഒരു പശുവാക്കി മാറ്റി. ഭോക്ത ഗോപാലനന്ദന, ഗോപാലനന്ദനായ കൃഷ്ണൻ ആ പശു ഇടയനായി മാറി. പിന്നെ അടുത്തതായി എന്താണ്? പശുപിതാവായ ആര് മാറി? മാറി. ആ പാലാണ് ഗീതാമൃതം. എല്ലാ ഉപനിഷത്തുകളെയും കടഞ്ഞ് അതിൽ നിന്ന് എടുത്തതാണ്. ഇങ്ങനെ ഈ 2 ഗ്രന്ഥങ്ങൾ മതി. ഭാഗവതം ആദ്യം നൈമിഷാരണ്യത്തിൽ ചർച്ച ചെയ്തു. പിന്നെ ശുകമഹർഷിയും പരീക്ഷിച്ചും ഇഷ്ടതളത്തിൽ ചർച്ച ചെയ്തു. നമുക്കറിയാം, ഭാഗവതം പരീക്ഷിച്ച് ചോദിച്ച ചോദ്യങ്ങളും ശുകമഹർഷി പറഞ്ഞ ഉത്തരവുമാണ്. ഗീത അർജുനൻ ചോദിച്ച ചോദ്യങ്ങളും ഭഗവാൻ കൊടുത്ത ഉത്തരവുമാണ്. രാമായണം പാർവതി ചോദ്യങ്ങളും മഹാദേവൻ തന്ന ഉത്തരവുമാണ്. ഉപനിഷത്തുകൾ ശിഷ്യഗണങ്ങൾ ചോദിച്ച ചോദ്യവും ഗുരുക്കന്മാർ ഉത്തരം തരുന്നതാണ്.
നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം ചോദ്യോത്തരങ്ങളല്ല. എന്തിനാ പറയുന്നത് വെച്ചാല് ബുദ്ധിയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് സനാതന ധർമ്മം. ചോദിക്കണം. ഗണപതിയുടെ ക്ഷേത്രത്തിൽ പോകും, രാവിലെ പോകുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് കാണാം. ആൾക്കാർ ചെവി പിടിച്ചത്, ഇപ്പുറത്ത് ചെവി പിടിച്ചത്, തമിഴത്ത് കണ്ടിട്ടുള്ള ഗണപതി ക്ഷേത്രം. മകൻ ചോദിക്കുക, അച്ചായിക്കൊക്കെ എന്തിനാ ചെയ്യുന്നത്? അച്ഛനറിയും. അച്ഛൻ അധിക പ്രശ്നം എന്തായാലും മകൻ അവന്റെ തലമുറയിൽ ഇത് ആചരിക്കുന്നില്ല. എന്തുകൊണ്ടാ? എന്തിനാണെന്ന്. അതുകൊണ്ട് ഇളയ പുതിയ തലമുറയിലുള്ളവരെല്ലാം എന്താ വിചാരിക്കുന്നത്? ആധ്യാത്മികം അന്ധവിശ്വാസമാണെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്നവര് 50 വയസ്സിന് കൂടുതലുള്ളവരധികോ കുറവുള്ളവരധികം? ആരധികം? ആരാണ് കൂടുതൽ? എല്ലാം തല വെള്ളയായി, മഞ്ഞയായി, പച്ചയായി 50 വയസ്സിന് കൂടുതലുള്ളവരാണ് അല്ലേ? എന്തുകൊണ്ടാ ചെറുപ്പക്കാരൻ വരുന്നില്ല? അവരുടെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മുടെ ധർമ്മത്തിലുള്ള ഓരോ ആചാരങ്ങൾക്കും ഓരോ കാര്യങ്ങളുണ്ട്. ആയുധ പൂജ നമ്മളെല്ലാവരും ചെയ്യാറില്ല. ഈ നവരാത്രിയിൽ ഒരു ദിവസം വർക്ക്ഷോപ്പിലുള്ള ഒരു സ്പാനറിന് പൂവും പൊട്ടൊക്കെ വെച്ച്, കട്ടിംഗ് പ്ലെയർ ചുറ്റി, ഇതെല്ലാം വെച്ച്, ഹോസ്പിറ്റലിലുള്ള ECG മെഷീൻ, എക്സ്റേ ഒക്കെ എന്തില്ല അറിയില്ല. മഹിഷാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാകാം. കേട്ടിട്ടുണ്ടോ? ഈ മഹിഷാസുരൻ ഒരു വരം മേടിച്ചു. ഒരു പുരുഷൻ വിചാരിച്ചാൽ എന്നെ കൊല്ലാൻ പാടില്ല. സ്ത്രീകൾ ലിസ്റ്റിൽ കൂട്ടിയില്ല മഹിഷാസുരൻ. ഒരു സ്ത്രീ എന്നെ കൊല്ലുക എന്നുള്ള ധൈര്യം. അപ്പൊ ദേവഗണങ്ങളെല്ലാം ദുർഗയെ, പാർവതിയെ വിളിച്ചിട്ട് പുരുഷന്മാർ ആരാരും വധിക്കാൻ പറ്റില്ല എന്ന വരം, പ്രത്യേക വരം മഹിഷാസുരൻ നേടിയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് ചെന്ന് പാർവതി ചെന്നിട്ട് മഹിഷാസുരനെ വധിക്കണം. ശരി, ഞാൻ പോകാം. പക്ഷെ നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ച് നിങ്ങളുടെ ആയുധം എനിക്ക് തരണം. നാരായണൻ സുദർശന ചക്രം കൊടുത്തു, മഹാദേവൻ ശൂലം കൊടുത്തു, ദേവേന്ദ്രൻ വജ്രായുധം കൊടുത്തു. എല്ലാവർക്കും അവരുടെ ആയുധങ്ങൾ കൊടുത്തപ്പോ ദുർഗ എല്ലാ ആയുധവും പ്രാർത്ഥിച്ചിട്ട് ആരെ കൊല്ലാൻ പോകുന്നു? മഹിഷാസുരൻ. ഈ 2 ഗ്രന്ഥങ്ങൾ വളരെ പ്രധാന. ഭഗവത്ഗീതയും ഭാഗവതവും. 16,000 ഋഷിമാർ, ശൗനകാദി ഋഷികൾ സൂത പൗരാണികന്റെ അടുത്ത് ചോദിച്ച 6 ചോദ്യങ്ങളാണ് ശ്രീമദ് ഭാഗവതം. എവിടെ നടന്നു? നല്ല കാര്യം. എവിടെയാണ് ആദ്യത്തെ ഭാഗവത ചർച്ച നടന്നത്? രണ്ടാം. ആദ്യം ശുഗതള, ഉത്തർപ്രദേശിൽ മുസഫർനഗറില് ശുഗതള, ഇന്നും ഗംഗാതീരത്തെ സ്ഥലമുണ്ട്. അവിടെയാണ് പരീക്ഷിത്ത് ശുഗമഹർഷിക്ക് ചോദിക്കുന്നത്. അവിടെ കേട്ട സൂത പൗരാണികൻ 16,000 ഋഷിമാർക്ക് പറഞ്ഞു കൊടുത്തതാണ് നൈമിഷാരണ്യം, ചക്രതീർത്ഥം. എത്ര പേര് പോയിട്ടുണ്ട് നൈമിഷാരണ്യത്തില്? കുറച്ച്. മഹാ അത്ഭുതമാണ് നൈമിഷാരണ്യം. ഈ ഭൂമി ഇറങ്ങാൻ ഉറക്കം വരുന്ന, ബോറടിക്കുന്ന, അല്ലെങ്കിൽ എക്സസൈസ്, യോഗയൊക്കെ വേണം. ഭൂമി ചുറ്റാനായിട്ട് ഒരു അച്ചുതണ്ട് വേണം, ഇല്ലേ? നമ്മളെല്ലാം ഏതോ കുട്ടിക്കാലത്ത്. നൈമിഷാരണ്യമാണ് ഭൂമിയുടെ അച്ചുതണ്ട്, നൈമിഷാരണ്യം. അതുകൊണ്ട് അവിടെ പോയാൽ മധ്യഭാഗത്തിൽ ചക്രതീർത്ഥം എന്നൊരു തീർത്ഥമുണ്ട്. എത്ര പേര് ചക്രതീർത്ഥം കണ്ടിട്ടുണ്ട് നൈമിഷാരണ്യത്തിൽ? കുറച്ചു പേര്. മഹാ അത്ഭുതം. അതിന്റെ മധ്യഭാഗത്ത് ആരെയും പോവാൻ അനുവദിക്കില്ല, ഒരു മതിൽ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം നൈമിഷാരണ്യ ചക്രതീർത്ഥത്തിൽ മധ്യഭാഗത്തിൽ പോയവരാരും പിന്നെ വന്നിട്ടില്ല, പുറത്ത് വന്നിട്ടില്ല. ഇതിന്റെ പുറത്ത് ഇതിനെ ചുറ്റിയും ആർക്കും അറിയില്ല വെള്ളം 24 മണിക്കൂർ 365 ദിവസവും ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇറങ്ങി നിന്നാൽ നമ്മളെ വെള്ളം പതുക്കെ ഇങ്ങനെ ഉന്തിത്തള്ളി നമ്മൾ റൗണ്ട് അടിക്കാൻ തുടങ്ങും. ഈ വെള്ളം എങ്ങനെയാ ഇവിടെ ചുറ്റുന്നത്? ആർക്കും അറിയില്ല. ആരാ ചുറ്റി വിട്ടത്? അറിയില്ല.
സൃഷ്ടി ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെ ആ ചക്രതീർത്ഥത്തിൽ എന്തുകൊണ്ടാണ്? നൈമിഷാരണ്യമാണ് ഭൂമിയുടെ അച്ചുതണ്ട്. അപ്പൊ 16,000 ഋഷിവര്യന്മാരും സൂത പൗരാണികനും ചർച്ച തീരുമാനിച്ചു, നൈമിഷാരണ്യത്തിൽ വെച്ച് ഭാഗവതം സംസാരിച്ചാൽ ഭൂമി മുഴുവനും ഇത് കേൾക്കും എന്ന് പറഞ്ഞ് നൈമിഷാരണ്യം തെരഞ്ഞെടുത്തു. എന്തിനാ ആരണ്യം എന്ന് വെച്ചാൽ വനം. വനം എപ്പോഴും സത്വഗുണത്തിലാണ്. ഗീത വായിച്ചവർക്കറിയാം മൊത്തം 3 ഗുണങ്ങളുണ്ട്. ഏതൊക്കെയാ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നഗരങ്ങൾ ഏത് ഗുണത്തിലാ? പാലക്കാട് ഏത് ഗുണത്തിലാ? നഗരങ്ങളെല്ലാം ഏത് ഗുണത്തിലാണ്? സത്വഗുണോ? തമോ ഗുണം. എല്ലാ രാവിലെ 8 മണിക്ക് എണീറ്റിട്ട് രാത്രി 12 ആയാലും ഉറങ്ങാതെ ഫോണിനെ തുടച്ചിരുന്ന് ഭൂതപ്രേത പിശാചുകളുടെ ഏത് ഗുണമാണ്? തമോ ഗുണം. ഗ്രാമങ്ങൾ രജോ ഗുണം. കാരണം ഇത്ര ദോഷമില്ല. വനം ഗതേ. പ്രഹ്ലാദൻ പറഞ്ഞു അച്ഛന്റെ അടുത്ത്, വയസ്സ് 50 അടിച്ചാൽ പഞ്ചവർഷം 50 ആയി കഴിഞ്ഞാൽ വനം കാട്ടിപ്പോണം, വീട്ടിൽ ഇരിക്കരുത്. 50 കഴിഞ്ഞാൽ എങ്ങോട്ട് പോണം? എനിക്കറിയാം ഈ വേദിയിൽ ആർക്കും 50 കഴിഞ്ഞിട്ടില്ല. 50 കഴിഞ്ഞാൽ പ്രഹ്ലാദൻ പറഞ്ഞു വനത്തിൽ പൊക്കോളാൻ. വനം ആരണ്യം, ദണ്ഡകാരണ്യം, ആരണ്യം സത്വഗുണത്തിലാണ്. എന്തുകൊണ്ടാ? അവിടെ കള്ളുകുടിയന്മാരില്ല, പെണ്ണ് പിടിക്കുന്നവരില്ല, അവിടെ ആരുമില്ല, മനുഷ്യരില്ല. അതുകൊണ്ട് അത് സത്വഗുണത്തിലാണ്. അപ്പോ നൈമിഷാരണ്യം ഭൂമിയുടെ അച്ചുതണ്ട്. രണ്ടാമത്തെ കാരണം സമയം പ്രവർത്തിക്കില്ല. നിമിഷഹ. നിമി എന്ന് വെച്ചാല് ഈ ഐലിഡ്, കൺപോഴ, ഇതിനെയാണ് നിമി എന്ന് പറയുന്നത്. ഇത് അടച്ച് തുറക്കാൻ എടുക്കുന്ന സമയം നിമിഷം. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഇത് എത്ര സമയം എടുക്കുന്ന? അത് തുറക്കുമ്പോൾ തുറക്കും. നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാര് പോലും അല്ല. പക്ഷേ ഈ നിമി അടഞ്ഞ് തുറക്കാൻ എടുക്കുന്ന സമയം നിമിഷഹ. നൈമിഷാരണ്യം, നിമിഷം പ്രവർത്തിക്കാത്ത സ്ഥലം, സമയത്തിന്റെ സ്വാധീനമില്ലാത്ത സ്ഥലം. ഇവിടെ സമയത്തിന്റെ സ്വാധീനമുണ്ടോ? ഉണ്ടോ? ഇപ്പം ഏകദേശം മണി 1 ആവാറായി, ഞാൻ നിർത്തിയില്ല. 2 മണി വരെ സംസാരിച്ചു, എന്നിട്ടും നിർത്തിയില്ല. 3 മണി വരെ സംസാരിച്ചു. ഇവിടെ ആരെങ്കിലും കാണോ? ഇല്ല. അകത്തിരുന്ന് ബെല്ല് വരും, അല്ലേ? സമയത്തിന്റെ സ്വാധീനം ഇവിടെ ഉണ്ട്. നൈമിഷാരണ്യത്തിൽ എന്തിന്റെ സ്വാധീനമില്ല? സമയത്തിന്റെ സ്വാധീനമേ ഇല്ല. ഈ 7 ദിവസം അഹോരാത്രം, രാവും പകലും ശൗനകാദി ഋഷികൾ ചോദ്യങ്ങൾ ചോദിച്ചു. എത്ര ചോദ്യം ചോദിച്ചു? 6 ചോദ്യം ചോദിച്ചു. സൂത പൗരാണികൻ ഉത്തരം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. ആ 7 ദിവസം അഹോരാത്രം നൈമിഷാരണ്യത്തിൽ ഭാഗവതം. അപ്പൊ എപ്പോഴാ പൂർണ്ണജ്ഞാനം ഉണ്ടാകുന്നത്? നമ്മൾ ഈ 6 ചോദ്യങ്ങളും ചോദിച്ച് അത് 6നും മറുപടി കിട്ടുമ്പോഴാണ് പൂർണ്ണജ്ഞാനം. അതാണ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം കീ. സ്വാദ്യം നാരദ വ്യാസ സംവാദം. നാരദനെ കുറിച്ചാണ്. മഹാഭക്തനാണ് ആര്? നാരദ മഹർഷി. ഈ ഭൗതിക ലോകത്തിൽ എവിടെ യാത്ര ചെയ്താലും ഭൗതിക ലോകത്തിന്റെ സ്വാധീനമില്ലാതെ ജീവിക്കുന്ന ഒരാളാ നാരദ മഹർഷി. ഇവരുടെ പേര് തന്നെ അന്ന് കാലത്ത് നാമം വെക്കുമ്പോ വളരെ അർത്ഥത്തോടാ നാമം വെക്കുന്നത്. നാരദ, നാരായണനെ ദാനം ചെയ്യുന്നവൻ നാരദൻ. യശോദ, യശസ് ദാനം ചെയ്യുന്നവൾ യശോദ. കീർത്തിദ, കീർത്തിദാനം ചെയ്യുന്നവൾ കീർത്തിദ. വസുധ, എല്ലാ പേരിനും ഒരു അർത്ഥമുണ്ടായിരുന്നു. ദുര്യോധനൻ വഴക്കാളിയാണ്. ആയോധനം എന്ന് വെച്ചാൽ വഴക്ക. എന്ത് കാര്യവും വഴക്കിൽ കൂടെ നേടുന്ന ഒരാളാണ് ദുര്യോധനൻ. നല്ല ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ഗൃഹനാഥൻ രാവിലെ മേശപ്പുറത്ത് വന്നിരുന്നു, ഓഫീസിൽ പോകണം. ഭാര്യ എടുത്ത് ചോദിക്കുക, എനിക്ക് കുറച്ച് സമയക്കുറവുണ്ട്, എന്താണ്? പെട്ടെന്ന് കൊണ്ടുവന്നാൽ ഞാൻ ഓഫീസിൽ പോകാം. യുധിഷ്ഠിരൻ,
ധർമ്മപുത്രൻ. വന്ന് 10 മിനിറ്റായി, കൊണ്ടുവരുന്ന ഞാൻ കയ്യിൽ കിട്ടിയതൊക്കെ വലിച്ചെറിയട്ട. ദുര്യോധനൻ. ഏത് കാര്യവും വഴക്കിൽ കൂടെ അവതരിപ്പിച്ച് വഴക്കിൽ കൂടെ നേടുന്ന ഒരാള് ദുര്യോധനൻ. ആരെ കണ്ടാലും കലഹമുണ്ടാക്കും. ഏതിനെയും മിതമായ ഭാഷയിൽ സൗമ്യതയോടെ നേടാൻ അറിയുന്ന ഒരാള് യുധിഷ്ഠിരൻ. നമ്മുടെ കൂട്ടത്തിൽ ദുര്യോധനൻ ഉണ്ടോ ഇല്ലേ? എത്ര പേരുണ്ട്? ചിലരങ്ങനെ ശീലമാക്കിയെടുത്തു. എല്ലാം വഴക്കിൽ കൂടെ നേടുക, വഴക്കുണ്ടാക്കി നേടുക, വഴക്കിൽ കൂടെ കാര്യങ്ങൾ നേടുക. അവർക്ക് മിതമായി കാര്യങ്ങൾ ഉണ്ടാക്കാനേ അറിയില്ല. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു രാക്ഷസൻ ഒളിച്ചിരിപ്പുണ്ട്. ഇവിടെ 7 ദിവസത്തെ ഉദ്ദേശം ഉള്ളിലുള്ള രാക്ഷസനെ ഉറക്കിക്കെടുത്തി ദേവനെ വെളിയിൽ കൊണ്ടുവരിക. നിർത്തണോ? ഞാൻ വിചാരിച്ച നിർത്താൻ. എനിക്ക് മാത്രം നാരങ്ങ വെള്ളം. എവിടെ നിർത്തി? നമുക്ക് ഉള്ളിൽ ഒരു അസുരനുണ്ട്. ചിലപ്പോൾ അത് തിരിച്ചറിയില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം, നമുക്ക് ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം ഉള്ളിൽ അസുരൻ ഉണ്ടോ ഇല്ലെന്നുള്ളത്. ഇപ്പുറത്തെ വീട്ടില് വേണുചേട്ടൻ ബാങ്ക് മാനേജറായി പ്രൊമോഷൻ കിട്ടി. ഇപ്പുറത്തെ വീട്ടിൽ ഒരു പെൺകുട്ടി ആരുടെ കൂടെ ഓടിപ്പോയി. 2 വിഷയം സംഭവിച്ചു. ഏതായിരിക്കും നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്? ഇതോ അതോ? എത്ര പേർക്ക് ഇതായിരിക്കും വിഷയം? ഉള്ളിൽ രാക്ഷസനുണ്ടോ? ഉണ്ട്. അദ്ദേഹം മാനേജറായാൽ നമുക്കെന്താ? അവൾ ഓടി, എനിക്ക് അപ്പോഴേ അറിയാം. എനിക്ക് തോന്നി ഉടനെ നമ്മൾ ആ കാര്യത്തിൽ അങ്ങ് ഇറങ്ങി. ഉള്ളിൽ രാക്ഷസനുണ്ടോ? ഉണ്ട്. ദോഷം മാത്രം കാണുക, ദോഷം മാത്രം അനുഭവിക്കുക, ദോഷം പറഞ്ഞ് ആഘോഷിക്കുക. നല്ലോണം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ വിജയം നമുക്ക് വിഷയമേ അല്ല, മറ്റുള്ളവരുടെ പരാജയം നമുക്ക് ആഘോഷമാണ്. ശരിയാണോ തെറ്റാണോ? എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്ക് ഇന്ന് മാനേജറുടെ കയ്യിൽ നന്നായിട്ട് കിട്ടി. മറ്റുള്ളവരെ പരാജയമെല്ലാം നമുക്ക് ആഘോഷമാണ്. പക്ഷെ വിജയമോ? അത് നമുക്ക് പ്രശ്നമേ അല്ല. എല്ലാവരുടെ ഉള്ളിലും ഒരു രാക്ഷസനുണ്ട്. അത് ചില സമയം അങ്ങ് പുറത്തു വരും. ഈ നാട്ടിൽ അങ്ങനെ ഉള്ളവരുണ്ടോന്ന് അറിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്ന ഇഷ്ടം പോലെയാണ്. രാവിലെ എണീറ്റ് അമ്പലത്തിൽ ചെന്ന് പച്ച മഞ്ഞ കുറിയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് എല്ലാ മന്ത്രവും ചൊല്ലി വൈകുന്നേരം ബാറിൽ കയറി 4 കാലിൽ വെട്ടിപ്പോവും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അയാള് ദേവൻ, വൈകുന്നേരം വീട്ടിൽ കയറിയപ്പോ അസുരൻ. ഇങ്ങനത്തെ ആൾക്കാർ പാലക്കാട്ടിലുണ്ടോ? ഇല്ലല്ലേ. ഇവിടെ ഭാഗവത്തിന്റെ ആവശ്യമില്ല. എല്ലാരും മോക്ഷത്തിന് റെഡിയായിരിക്കുന്ന ആൾക്കാരാ. അപ്പോ നൈമിഷാരണ്യത്തിൽ ഭാഗവത ചർച്ച നടന്നു. സമയത്തിന്റെ നാരദ മഹർഷിയുടെ കാര്യം. അപ്പോ നാരദ മഹർഷിക്ക് മൊത്തം 3 ജന്മം. ആദ്യത്തെ ജന്മം ഉപപർണ എന്ന ഗന്ധർവൻ, 2ാമത്തെ ജന്മം ദാസീപുത്രൻ, 3ാമത്തത് നാരദൻ. 3 ജന്മമാണ്. ആദ്യത്തെ ജന്മം ഉപപർണ. ഉപപർണ ആരാം? ദേവലോകത്ത് ഇന്ദ്രന്റെ കൊട്ടാരത്തിൽ ഗാനം, കീർത്തനങ്ങൾ, മന്ത്രം ചൊല്ലുന്ന, ആലപിക്കുന്ന ഒരു ഗന്ധർവനായിരുന്നു ഉപപർണൻ. നാരദന്റെ ആദ്യത്തെ ജന്മം. ഒരു ദിവസം ദേവേന്ദ്രന്റെ സദസ്സിൽ ഒരു മഹാ ഉത്സവം നടക്കുകയാണ്. കീർത്തനം ചൊല്ലാനായിട്ട് നാരദനെ വിളിച്ചു. ഇവിടുത്തെ പാട്ട് പാടാൻ കുട്ടികളൊക്കെ ഇല്ലേ? ഈ സേവയ്ക്കായിട്ട് ആരെ വിളിച്ചു? നാരദനെ വിളിച്ചു. ഉപപർണൻ എന്നാണ് പേര്. ഉപപർണൻ അവിടെ ഇരുന്ന് കീർത്തനം പാടിക്കൊണ്ടിരിക്കുമ്പോ റംഭ ഡാൻസ് കളിക്കും. അപ്പൊ ഉപപർണൻ ഒരു നിമിഷം മനസ്സിൽ ഒരു ചഞ്ചലം, ഒരു ചിന്ത, ഞാൻ നന്നായിട്ട് പാടുന്നു എന്ന് രംഭ വിചാരിക്കണം, രംഭയെ ഇംപ്രസ് ചെയ്യണം. മലയാളത്തിൽ എന്ത് പറയും? ഇംപ്രസ്, ആകർഷിക്കണം, സ്വാധീനിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ഒക്കെ എക്സ്ട്രാ പാടി. ഈ കർണാടക സംഗീതം പാടുന്നവർക്കുള്ള ഒരു ഒക്കെ എക്സ്ട്രാ ആക്കി. ഭഗവാനെ പ്രീതിപ്പെടുത്താനല്ല ഉപപർണൻ പാടിയത്. ആരെ വശീകരിക്കാൻ പാടി? നമ്മൾ ഭഗവത് സേവനം ചെയ്യുമ്പോൾ കർമ്മത്തിലല്ല കാര്യം, കർമ്മത്തിന്റെ ഉദ്ദേശത്തിലാണ് കാര്യം. മനസ്സിലായോ? ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ കർമ്മം പൂർത്തിയാകും.
ഉപപർണൻ ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടി പാടിയെങ്കിലും ഉദ്ദേശം എന്തായിരുന്നു? ആ നൃത്തം വയ്ക്കുന്ന അപ്സരസ്മാരെ വശീകരിക്കണമെന്ന ഉദ്ദേശമായിരുന്നു. ബൃഹസ്പതി അവിടെ വന്നു. ഉപപർണന്റെ ഉദ്ദേശം മനസ്സിലായി. നീ ഭൂമിയിൽ ചെന്ന് ദാസിയുടെ മകനായി ജനിക്കട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ഉപപർണൻ 2ാം ജന്മം എടുത്തു. എന്ത് ജന്മം? ദാസിയുടെ മകനായി, ദാസീപുത്രനായി ഉപപർണൻ ജനിച്ചു. പക്ഷേ താൻ ചെയ്ത തെറ്റ് ഉപപർണന് മനസ്സിലായി. നമ്മളെല്ലാവരും തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യാത്ത ആരും തന്നെ ഇവിടെ ഇല്ല. ഉണ്ടോ ആരെങ്കിലും? എല്ലാവരും ഒരു തെറ്റെങ്കിലും ജീവിതത്തിൽ. പക്ഷേ അത് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കണം. അല്ലാതെ അത് ശരിയാണ് ശരിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കരുത്. അറിയാതെ ചെയ്ത തെറ്റിന് ചെറിയ ശിക്ഷ, അറിഞ്ഞ് നിവർത്തിയില്ലാതെ ചെയ്ത തെറ്റിന് കുറച്ചും കൂടെ വലിയ ശിക്ഷ, അറിഞ്ഞ് ബോധപൂർവം ചെയ്തിട്ട് അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് മുഴുവൻ ശിക്ഷ. മനസ്സിലായോ? അറിയാതെ തെറ്റ് ചെയ്താൽ ചെറിയ ശിക്ഷ. നമ്മൾ പോകുമ്പോൾ ഉറുമ്പിനെ ചവിട്ടും, അതിനെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ എന്താകും? തിരിച്ചത് കിട്ടും. എങ്ങനെ? പുറത്തിറങ്ങി ഉള്ള ഒരു മുള്ളോ കല്ലോ കാലിൽ കൊള്ളും. അറിയാതെ ചെയ്ത തെറ്റിന് ചെറിയ ശിക്ഷ. അറിഞ്ഞ് ചെയ്തു പക്ഷെ നിവർത്തിയില്ല, അതുകൊണ്ട് ചെയ്തു പോയി, കുറച്ച് വലിയ ശിക്ഷ. അറിഞ്ഞു ബോധപൂർവം ചെയ്തിട്ട് പിന്നെ പറയും അത് ശരിയാണ് ശരിയാണ് ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് വാദിക്കും, അതിന് വലിയ ശിക്ഷ. ഈ 3ാമത്തെ കാറ്റഗറിയിൽ തെറ്റ് ചെയ്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല. എല്ലാരും വൈകുണ്ഠത്തിൽ നേരെ വന്നിരിക്കുകയാണ്. ആരുമില്ല. അപ്പൊ തെറ്റിലും ശിക്ഷയിലും 3 എണ്ണമുണ്ട്. ഉപപർണൻ ചെയ്തു പോയി. ഭഗവാനെ സ്തുതിച്ച് മന്ത്രം ചൊല്ലിയെങ്കിലും ഉദ്ദേശം ആ അപ്സരസ്മാരെ വശീകരിക്കണം എന്നായിരുന്നു. അതുകൊണ്ട് അടുത്ത ജന്മം ദാസിയുടെ മകനായി ജനിക്കാൻ ഒരു ശാപം കിട്ടി. ബോധപൂർവം വളരെ ഉള്ളത് വെച്ചുകൊണ്ട് മാത്രം തൃപ്തിയായി ജീവിക്കാൻ ശ്രമിച്ചു. 2ാമത്തെ ജന്മത്തിൽ ദാസീപുത്രൻ. ശ്രീബുദ്ധൻ പറയുന്നു, 6 മാസം നിങ്ങൾ ഒരു വസ്തു ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടേതല്ല എന്ന് ബുദ്ധൻ പറയുന്നു. നമ്മുടെ എത്ര പേരുടെ കയ്യിൽ 6 മാസത്തിന് കൂടുതലായി ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഉള്ളത്? 6 മാസമായി ഒരു വസ്തുവിനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്കുള്ളതല്ല. ആവശ്യത്തിന് വേണ്ടിയല്ല ഞാൻ വെച്ചിരിക്കുന്നത്, ആർത്തിക്ക് വേണ്ടിയാ വെച്ചിരിക്കുന്നത്. 20 കൊല്ലം മുമ്പേ കിട്ടിയ പട്ടുസാരി എല്ലാം എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉപയോഗിക്കുകയോ ഇല്ല, ആർക്ക് കൊടുക്കുകയോ ഇല്ല. അങ്ങനത്തെ മഹാത്മാക്കളുണ്ടോ? അതും ഇല്ല. ബുദ്ധൻ പറഞ്ഞു 6 മാസം ഒരു വസ്തു ഉപയോഗിച്ചാൽ നിങ്ങളുടേതല്ല. കാരണം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയല്ല അത് ചേർത്ത് വെച്ചിരിക്കുന്നത്, ആർത്തിക്ക് വേണ്ടിയാ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഉപപർണൻ ദാസീപുത്രൻ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ഭക്ഷണം കൊണ്ട് കഴിച്ചു മാത്രം തൃപ്തനായി കഴിഞ്ഞു. അമ്മ ദാസി വീടുകളിൽ ചെന്ന് ഈ ദാസ്യപ്പണി ചെയ്യും. അന്ന് കാലത്തൊക്കെ ശമ്പളമില്ല. വീട്ടിൽ പോയി ജോലി ചെയ്താൽ പഴയ ചോറ് തരും, അല്ലേ? ഇപ്പോഴൊക്കെ ആ കാലം മാറിപ്പോയത്. അന്ന് പണിക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം തരും, അത്രയേ ഉള്ളൂ. കാശൊന്നും വലുതായിട്ടൊന്നും കൊടുക്കൂല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാലം തിരിഞ്ഞുപോയി. അന്ന് അധ്യാപകൻ വ്യാസപീഠത്തിലിരിക്കും, ശിഷ്യഗണങ്ങൾ നിന്ന് പഠിക്കും. ഇന്ന് അധ്യാപിക നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കും, കുട്ടികൾ ഇരുന്ന് ഉറങ്ങും, ഇല്ലേ? പഴയ ആട്ടുകല്ല് കണ്ടിട്ടുണ്ടോ? കല്ലവിടെ ഇരിക്കും, ഈ നടുക്കുള്ളത് ആടും. ഇപ്പൊ ഇതവിടെ ഇരിക്കും, കല്ലാടും. എല്ലാം തലതിരിഞ്ഞു പോയ ഒരു കാലഘട്ടം. മൂല്യങ്ങളെല്ലാം മൂല്യച്യുതിയായി, മൂല്യച്യുതിയെല്ലാം മൂല്യമായി. എന്തിനെ? നല്ല മഴയാ ഇപ്പോ കുറച്ചു ദിവസമായിട്ട്. റോഡിൽ നിരന്തരം കാണുന്ന കാഴ്ച എന്താണ്? ചെരുപ്പും തൂക്കി തലയിൽ പിടിച്ചോണ്ട് നടക്കും. ഈ ചെരുപ്പ് എന്തിനാ? കല്ലോ മുള്ളോ കാലിൽ കൊള്ളാതിരിക്കാനല്ലേ? പക്ഷെ 2000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാ. വെള്ളത്തിൽ ഇടാൻ പറ്റുമോ? തലയിൽ പിടിച്ചോണ്ട്. എന്തിനാണ്? ഉദ്ദേശം മാറിപ്പോയി. പച്ചക്കറിയെല്ലാം നിരത്തിന്മേലേത് ഉന്തുവണ്ടിയിൽ, തള്ളുവണ്ടിയിൽ ഈച്ചയും പാറ്റയും വെച്ച് വിറ്റോണ്ടിരിക്കും. ചെരുപ്പ് ഷോറൂമിൽ ലൈറ്റിന്റെ അടിയിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. എല്ലാം കലേർദോഷ നിതേ രാജൻ അസ്തിഹി ഏകത് മഹത് ഗുണഃ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗപ്പറം രജേത്. കലികാലം ദോഷം നിറഞ്ഞതാ. നന്മയെന്ന് പറയാൻ ഒന്നുമില്ല. ഹരിയുടെ, ഭഗവാന്റെ നാമം മാത്രമാണ് എല്ലാ മംഗളവും കൊണ്ടുവരുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദാസീപുത്രൻ അമ്മയുടെ കൂടെ ഈ പഴയതും കഴിച്ച് ജീവിച്ചിരുന്നു. ഒരു ദിവസം രാത്രി പാല് കറക്കാൻ പോയ അമ്മ പാമ്പ് കടിച്ചു മരിച്ചു. അന്ന് ഒറ്റയ്ക്കായി കുട്ടി.
ഭക്ഷണമില്ല, വിശന്ന് ദാഹിച്ചിങ്ങനെ നടക്കുകയാണ്. നടന്ന് നടന്ന് ബോധം കെട്ട് വീണു. പക്ഷെ മനസ്സിലെന്താ? ഒരു ദിവസം ഋഷിമാരെ സേവിച്ചത്, അന്ന് മഴക്കാലത്തിൽ ഋഷിമാർ ഇതുപോലെ ഒരു സത്രത്തിൽ കൂടിയപ്പോ അവർക്ക് വെച്ച് വിളമ്പി തുണി അലക്കി കൊടുത്തത് ഓർമ്മയിൽ വന്നു. അപ്പോ ആ ഭഗവാന്റെ നാമം മാത്രം ആ കുട്ടിയുടെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അവൻ ധ്യാന നിമഗ്നനായിരുന്നു. ധ്യാനത്തിന്റെ അവസാനം ഭഗവാനെ ദർശനം കിട്ടി. അതുകൊണ്ട് ഭഗവാനെ ഹൃദയത്തിൽ ചുമന്ന് നടക്കുന്ന ആൾക്കാരുടെ അനുഗ്രഹം കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. ആ അനുഗ്രഹം കൊണ്ട് ദാസിയുടെ പുത്രൻ 3-ാം ജന്മത്തിൽ നാരദനായി. ഇത് ഇനിയുമുണ്ട്. വീണ്ടും വൈകിട്ട് 4:30 മണിക്ക് തുടർന്ന് വിശദീകരിക്കുന്നതാണ്. ഇതുവരെയുള്ള സത്സംഗവും പാരായണവും ഭഗവാന്റെ തൃപ്പാദത്തിൽ, ദേവിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ 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 ഭാഗവത, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ